ഇംപ്ലാന്റ് എല്ലാ കണ്ടീഷൻസിലും ചെയ്യാൻ പറ്റില്ല. ഇംപ്ലാന്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. കുറച്ച് പ്രോട്ടോക്കോൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഊരിയെടുക്കാൻ സാധിക്കുന്ന പല്ല് പോയിട്ടുള്ള ഭാഗങ്ങൾ പാർഷ്യലി മാത്രമായിട്ട് വെക്കുന്ന ഡെന്റൽ. അല്ല, ഇപ്പോൾ RPD കേസസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണ്ടേ? ചിലർക്ക് അറിയില്ലല്ലോ എന്താണെന്ന്. ജിഞ്ചൈവൈറ്റിസിൻ്റെ വല്യപ്പച്ചനാണ് പെരിയോഡോണ്ടൈറ്റിസ്. ഓക്കെ, അപ്പോൾ പ്രശ്നക്കാരനാണ്, അത്രയും വലിയ പ്രശ്നക്കാരനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഓരോ വർഷവും ഓറൽ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. 3 months കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ എല്ലാം ഇംപ്ലാന്റ് നമുക്ക് 3 months തന്നെ വേണോ? ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ 3 months കൂടുതൽ വേണോ, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഉണ്ടോ? വെരി ഗുഡ്, നല്ലൊരു ചോദ്യം അത്. ഇംപ്ലാന്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ടൂത്ത് ആയിട്ട് ആക്ട് ചെയ്യുമോ? ഇംപ്ലാന്റിൽ ആക്ച്വലി ടൈറ്റാനിയം മെറ്റീരിയൽ മാക്സിമം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പം ഞാൻ താങ്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് താങ്കളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ ഇത്രയാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. രാത്രി ബ്രഷ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടും രാവിലെ ബ്രഷ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആണെന്നാണ് എൻ്റെ. ശരി, നെർവിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ചെയ്യാൻ. നമസ്കാരം. ചിരി എന്നത് ശക്തമായ ഒരു ഔഷധമാണ്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും വേദന കുറയ്ക്കുകയും സമ്മർദ്ദത്തിൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സന്തുലനാവസ്ഥയിലേക്ക് വേഗത്തിൽ തിരികെ കൊണ്ടുവരാൻ ഒരു നല്ല ചിരിയേക്കാൾ കൂടുതൽ ആശ്രയയോഗ്യമായ മറ്റൊന്നില്ല. ചിരി ഭാരങ്ങളെ ലഘൂകരിക്കുന്നു, പ്രത്യാശയെ പ്രചോദിപ്പിക്കുന്നു, നമ്മളും മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്നു, ഒപ്പം ശ്രദ്ധയും ജാഗ്രതയും നിലനിർത്തുന്നു. കോപം ഒഴിവാക്കി വേഗത്തിൽ ക്ഷമിക്കാനും ഇത് സഹായിക്കുന്നു. ഇടയ്ക്കിടെ ചിരിക്കാനുള്ള കഴിവ് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതയുള്ള ഈ ചിരിക്ക് ഭംഗി കൂട്ടുന്നതാണ് നമ്മുടെ പല്ലുകൾ. അതെ, ദന്തരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ സംഭാഷണം. ആരോഗ്യ സംഭാഷണത്തിൻ്റെ 3ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ സംഭാഷണത്തിലുള്ളത് പ്രശസ്ത ദന്തരോഗ വിദഗ്ധനും 25 വർഷം ആ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതും മാർ ബെസിലോസ് കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ മാത്യൂസ് ബേബിയാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈ കോൺഫിഡൻ്റായി ചിരിക്കാൻ നമുക്ക് പല്ല് അത്യാവശ്യമാണ്. ചിരിക്കാൻ മാത്രമല്ല, ചവയ്ക്കാനും ആവശ്യമാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് ആദ്യമേ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് ഈ പല്ലുകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസാണ് പല്ലുകൾ നഷ്ടപ്പെടുക? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, 3 സാഹചര്യങ്ങളാണ് നമ്മുടെ പല്ലുകൾ നഷ്ടപ്പെടുന്നത്. ഓക്കെ, മെയിനായിട്ട് ആദ്യം കേടുകൾ വന്ന് അത് ശ്രദ്ധിക്കാതെ വലിയ കേടുകളായി മാറി അവസാനം എടുത്തു കളയേണ്ട ഒരവസ്ഥ. ഓക്കെ. 2 മോണരോഗങ്ങൾ, മോണയുടെ പ്രശ്നം കാരണം പല്ല് ഇളകി പോകാനുള്ള ചാൻസുകൾ 2. 3ാമത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, തമാശ പറഞ്ഞാണെങ്കിലും അത് ട്രോമ. ഓക്കെ, ട്രോമ പല രീതിയിലല്ലേ ഉണ്ടാകുന്നത്. നമ്മൾ വീണുണ്ടാവാം, പല്ല് നഷ്ടപ്പെടാം, എന്തെങ്കിലും ഫൈറ്റിൻ്റെ ഇടയിലുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള ട്രോമകൾ കാരണം പല്ല് നഷ്ടപ്പെടാം. ശരിക്കും ആദ്യത്തെ 2 കാര്യം നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. തീർച്ചയായിട്ടും. 3ാമത്തത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, ആക്സിഡൻ്റലാണ്. ഓക്കെ. ശരിക്കും പല്ല് നമുക്ക് ഒരു പല്ല് താഴത്തെ ഇപ്പോൾ ഒരു നിരയിൽ നഷ്ടപ്പെട്ടാണെങ്കിൽ നേരെ മുകളിൽ ഓപ്പോസിറ്റ് ആ പല്ല് ഇറങ്ങി വരാൻ ഒരു ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അതെ, അത് 100% ശരിയാണ്. കാരണം നമ്മുടെ പല്ലുകളെല്ലാം ഒരു ബൈറ്റിലാണ് നിൽക്കുന്നത്. എല്ലാ അടുത്തുള്ള പല്ലിനും മുകളിലുള്ള ഓപ്പോസിറ്റ് പല്ലുകൾക്ക് എല്ലാത്തിനും ഒരു ബൈറ്റുണ്ട്. ആ ബൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു പല്ലിൻ്റെ ഇടയിലുള്ള ഒരു പല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുള്ള പല്ലിന് താഴെ പിന്നെ ആ സപ്പോർട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പല്ല് മോണയോട് കൂടിയോ അല്ലെങ്കിൽ എല്ലോട് കൂടിയോ തന്നെ പതുക്കെ താഴേക്ക് ഊരി പോരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ താഴെ പല്ലില്ലാത്ത സ്പേസിലേക്ക് ആ പല്ല് പതുക്കെ ഇറങ്ങി വരും. അതാണ് ഒരു പോയിൻ്റ്. 2ാമത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഈ പല്ല് പോയതിൻ്റെ പുറകിലും മുന്നിലുമുള്ള പല്ലുകൾ ആ ഗ്യാപ്പുകളിലേക്ക് ചെരിയാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഒരു ബൈറ്റ് ഓൾട്ടർ ആവുകയാണ് അവിടെ. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ഭാവിയിലേക്ക് ഫേസ് ചെയ്യും. അപ്പോൾ ഒരു പല്ല് പോയാൽ ആ പല്ല് പോയി എന്ന് വെച്ച് നോക്കി നിൽക്കാതെ അടുത്ത ഒരു ഡെൻറ്റിസ്റ്റ് എത്രയും വേഗം കണ്ട് അതിനൊരു പരിഹാരം കാണണം. മറ്റ് ഹെൽത്തി ആയിട്ടുള്ള പല്ലിന് അത് ദോഷകരം. തീർച്ചയായിട്ടും പല്ല് റീപ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കണം. എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം നമ്മുടെ പല്ല് നഷ്ടപ്പെടേണ്ട ഒരു അവസരം ഉണ്ടായി,
പക്ഷേ ആ പല്ല് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കണം തീർച്ചയായും. നമുക്ക് 32 പല്ലുണ്ടല്ലോ, ഒന്ന് പോയാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പലർക്കും തോന്നലുണ്ടാവാം. എല്ലാവരും പറയും ഒരെണ്ണമല്ലേ ഡോക്ടറെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് എത്ര പേരാ വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതാണ് അവർക്ക് കിട്ടുന്ന അവബോധം. അതെ. ശരിക്കും പൊതുവെ പല്ലുവേദന വന്നാൽ എല്ലാവരും പോയി നേരെ എടുത്ത് കളയുക എന്നുള്ള പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ റൂട്ട് കനാൽ പോലും ചെയ്യില്ല, നോക്കാതെ എടുത്ത് കളയുക. അങ്ങനത്തെ ഒരു സാഹചര്യം ഡോക്ടർക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാം? അതിന് പല റീസൺസാണ്. ഒന്ന്, ഈ പല്ല് വേദനയാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മൾ ബെയർ ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും കൂടുതലൊരു പെയിൻ. ഭയങ്കര പെയിനാണ് പല്ല് വേദന. അപ്പോൾ ഇതൊരു മെൻ്റൽ ടോർച്ചറാണ്. ശരിയാണ്. പേഷ്യൻസിനെ സംബന്ധിച്ച് മെൻ്റൽ ടോർച്ചറാണ്. അപ്പോൾ അത്രയും വലിയൊരു പെയിൻ വരുമ്പോൾ ഈ പെയിൻ ഒന്ന് പോയി കിട്ടിയാൽ മതി. നമ്മൾ പല സിറ്റുവേഷൻ അറിയില്ല, ആ സമയത്തൊക്കെ പെയിൻ വരും. സിവിയർ പെയിൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ പെയിൻ മാറുക എന്നുള്ളൂ പേഷ്യൻറ്റിന്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലായിരുന്നു പണ്ടൊക്കെ എത്രയും പെട്ടെന്ന് പല്ല് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുക. പക്ഷേ ഇന്ന് ആ സിറ്റുവേഷനൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഓറൽ ഹെൽത്തിനെ പറ്റിയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതെ. അതുകൊണ്ടാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കേടായ പല്ല് അല്ലെങ്കിൽ അതിൻ്റെ വേര് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് എടുത്ത് കളയാതെ അതിനെ നമ്മുടെ സ്ട്രക്ചർ നമ്മുടെ ബോഡിയിൽ തന്നെ നിലനിർത്തി ഒരു ക്രൗണൊക്കെ ഇട്ട് കൊടുത്ത് നിർത്താനുള്ള നമ്മുടെ ഫങ്ഷൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. ആ പല്ലിനെ അങ്ങനെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പല്ല് പണ്ട് എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ മാറ്റം വരുത്തി നമ്മുടെ പല്ലിനെ നമ്മുടെ ബോണിൽ തന്നെ ഉറച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇൻഫെക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ ഇങ്ങോട്ട് അവകാശപ്പെട്ട് ഇപ്പോൾ വരാറുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസൊക്കെ വളരെ, ഞാൻ പറഞ്ഞില്ല, അവെയറാണ്. പല്ല് പോവരുത് എന്ന് വിചാരിക്കും. പണ്ട് ഡെന്റിസ്റ്റ് മാത്രമല്ല, ഇപ്പം സ്പെഷ്യലൈസേഷൻ കറക്റ്റ് അറിയാം. കറക്റ്റായിട്ട് ഏതോ നോക്കി വന്ന ആൾക്കാരാണ് ഒത്തിരി പേർക്കറിയാം. അപ്പോൾ അവർ തന്നെ പറയും ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലാട്ടോ ഇരിക്കണേന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ശരി. അപ്പോൾ അതിനൊക്കെ ഈ നോർമലായിട്ടുള്ള സമയം എത്ര വേണം റൂട്ട് കനാലൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് ഒരു പല്ലിനൊക്കെ ആണെങ്കിൽ? നോർമലി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, മൾട്ടിപ്പിൾ സിറ്റിങ്സ് ആക്കി ചെയ്യും. മൾട്ടിപ്പിൾ സിറ്റിങ്സ് ആക്കുന്നത് ടൂത്തും വേരും ബോണിലും ഒക്കെ ഇൻഫെക്ഷൻസ് നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ സിറ്റിംഗ് ആയിട്ട് കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ നമ്മൾ മരുന്ന് വെച്ച് ആ ഹീലിംഗ് വരുത്തിയതിന് ശേഷമായിരിക്കും ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന പ്രൊസീജിയർ ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ എല്ലിലേക്കോ വേരിലേക്കോ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫെക്ഷൻസ് ഒന്നും കയറിയിട്ടില്ല, അതൊരു പൾപ്പിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് സിംഗിൾ സിറ്റിംഗ് ആയിട്ടും തീർക്കാവുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ നേരം ഒരു പല്ലിന് സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ സമയമെടുക്കാം. പിന്നെ നമുക്കത് ചവയ്ക്കണമുണ്ടോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷേ റൂട്ട് കനാൽ ചെയ്തു എന്ന് കരുതി ആ ടൂത്ത് അതുപോലെ മറന്നു കളയാൻ പാടില്ല. അതിലേക്ക് ക്രൗൺ എന്നൊരു ടെക്നിക്കുണ്ട്. ആ ടൂത്തിനെ കവർ ചെയ്യുന്ന ഒരു ക്രൗൺ പോർഷൻ ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് സെറ്റ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൂടി ഫിനിഷ് ചെയ്യണം. ശരി. ഇപ്പോൾ നമ്മൾ പല്ല് പോകുന്ന സാഹചര്യം പറഞ്ഞു. ഇനി നമുക്കത് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു പല മാറ്റി വയ്ക്കുന്ന പ്രക്രിയയുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജ് വൈസ് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഡോക്ടർ. അപ്പോൾ നമുക്ക് ഈ മാറ്റി വെക്കുന്ന കാര്യത്തെ പറ്റി പറയുമ്പോഴേ ശരിക്കും പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ RPD അല്ലെങ്കിൽ റിമൂവൽ പാർഷ്യൽ ഡെഞ്ചർ അല്ലെങ്കിൽ CD, FPD, അതിനൊരു സ്റ്റേജായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ RPD എന്താണെന്ന് പറയുമോ? RPD എന്ന വാക്ക് ശരിക്കും റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് റിമൂവബിൾ, ഊരിയെടുക്കാൻ സാധിക്കുന്ന പല്ല് പോയിട്ടുള്ള ഭാഗങ്ങൾ പാർഷ്യലി മാത്രമായിട്ട് വെക്കുന്ന ഡെഞ്ചർ, അതാണ് റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ. ശരിക്കും നമുക്ക് എടുത്ത് മാറ്റാം. അതെ, തിരിച്ചു വെക്കാം. പേഷ്യൻറ്റിന് തന്നെ ഇതിനെ എടുത്തു മാറ്റി കഴുകി വൃത്തിയാക്കി ഫങ്ഷൻ ആവശ്യമുള്ള സമയത്ത് മാത്രം വായിൽ വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് RPDs. ഓക്കെ. അത് തന്നെ പല ടൈപ്സ് ഉണ്ട്, അതിലേക്ക് വരാം, സംസാരിക്കാം. രണ്ടാമത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ, 2 രീതിയിലാണ് പല്ല് വെക്കുന്നതെന്ന് അറിയാമല്ലോ. അതായത് ഒന്ന് റിമൂവബിൾ, 2 ഫിക്സ്ഡ്. ഓക്കെ, ഫിക്സ്ഡിൻ്റെ ഒരു സ്റ്റെപ്പാണ് FPDs എന്ന് പറയും, ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ. ഈ പാർഷ്യൽ ഡെഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പല്ല് പോയിട്ടുണ്ടെങ്കിൽ അതാണ് പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡെഞ്ചറായിട്ട് മാറും. ഓക്കെ, അവിടെയാണ് FPD. മനസ്സിലായി. സോ FPD ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1 or 2 പല്ലുകൾ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ തൊട്ട് പുറകിൽ പല്ലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നിൽ ഈ പല്ല് പോയ സ്പേസിൻ്റെ മുന്നിലും പല്ലുണ്ടെങ്കിൽ ആ പല്ലുകളുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമുക്കവിടെ ബ്രിഡ്ജ് പോലെ പണിയാം.
പക്ഷെ അതിന് ഈ മുമ്പിലത്തെയും ബാക്കിലത്തെയും പല്ലിൻ്റെ സ്ട്രെങ്ത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ. അത് ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് FPD പോസിബിൾ അല്ല. കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് FPDs എന്ന് പറയുന്നത്. ഒരു 3 യൂണിറ്റ് മാറ്റുന്ന, ഒരു യൂണിറ്റ് ഇല്ല, ബാക്കിലത്തെയും പുറകിലത്തെയും സപ്പോർട്ട് എടുത്ത് ഒരു 3 യൂണിറ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ക്രൗൺസ്. ഒരു പല്ലിന് 3 യൂണിറ്റ് ആയിട്ട് വേണ്ടി ഒരു പല്ല് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു പല്ലും തൊട്ട് ബാക്കിലുള്ള പല്ലിങ്ങനെ കൂട്ടി 3 യൂണിറ്റ് ആയിട്ട് 3 യൂണിറ്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൽ ക്രൗൺ വേണമെങ്കിൽ ബ്രിഡ്ജ് പോലെ പോലെ ചെയ്യാൻ പറ്റും. CD എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. നമുക്കത് ശരിക്കും മുഴുവൻ പല്ല് മാറ്റി വയ്ക്കുന്ന ആ സിറ്റുവേഷൻ വരുമ്പോൾ CD വരും. അതെ, നമുക്ക് വായിൽ ഒരു പല്ലില്ല, നമുക്ക് അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ വായിലെ കംപ്ലീറ്റ് പല്ലുകളും ഒരു പക്ഷേ മോണരോഗം കൊണ്ടോ അല്ലെങ്കിൽ പണ്ട് കാലത്തെ ഈ പറഞ്ഞ പോലെ പല്ല് എടുത്ത് കളഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻ റിമൂവബിളിൽ ഈ CD എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ഡെഞ്ചർ, എല്ലാ പല്ലുകളും വരുന്ന ഒരു CD ശരിക്കും പ്രായമുള്ളവർക്കാണ് അത് കൂടുതലും ചെയ്യാൻ തോന്നുന്നത്, കൂടുതലും ചെയ്യുന്നത്. അതെ. ഓക്കെ. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണേന് വല്ല ഷുഗർ അങ്ങനെയുള്ള ഇല്ല, CD കംപ്ലീറ്റ് ഡെഞ്ചർ ചെയ്യുന്നതിന് ഷുഗർ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വായിലെ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ സമയത്തുള്ള എല്ലിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമുക്ക് ഈ CD അല്ലെങ്കിൽ ഡെഞ്ചർ പിടിച്ചിരിക്കാനുള്ള എല്ല് ഉണ്ടാവണം വായിൽ. നമ്മുടെ എല്ലിലേക്കാണ് ഈ പല്ല് പിടിച്ചിരിക്കുന്നത്. ശരി ശരി, അതുണ്ടാവണം എന്നുള്ളൊരു മാത്രം. അടുത്ത് നമുക്ക് ഈ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറോട്ട് പോകുമ്പോഴേ അത് ശരിക്കും 2 തൂൺ പോലെ അടുത്തുള്ള പല്ലുകൾ രാഗി ചെറുതാക്കി ഫിക്സ് ചെയ്യുന്ന രീതിയിലോട്ട് പോവുകയാണ്. അതെ, അതും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും ഇതായിട്ടുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജോ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ വായിൽ ഇപ്പോൾ നിലവിലുള്ള പല്ലുകൾ എപ്പോഴും ഫിക്സ്ഡ് അല്ലേ. അതെ, നമ്മൾ ജനിക്കുമ്പോഴും നമുക്ക് സംസാരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പല്ലുകൾ ഉറച്ചിരിക്കുന്ന പല്ലുകളാണ്. അതെ, ഉറച്ചിരിക്കുന്ന പല്ലുകൾ അനങ്ങുന്നില്ല. നമ്മളെ നാക്ക് അനക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴോ ഒന്നും അനങ്ങുന്നില്ല. റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സ് നമ്മുടെ വായിൽ ചെറിയ ചലനങ്ങളിൽ അതിനൊരു ചലനം ഉണ്ടാവും. ശരിക്കും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചവയ്ക്കാം. ചവയ്ക്കാനല്ല, റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ ആകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ചവയ്ക്കുക എന്നുള്ളതല്ല, നമുക്ക് ചവയ്ക്കുന്നതിൻ്റെ ആ കംഫോർട്ട് ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ ആകുമ്പോൾ നമ്മൾ നാച്ചുറൽ ടൂത്ത് യൂസ് ചെയ്ത് എങ്ങനെ ചവയ്ക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ചവയ്ക്കാൻ പറ്റുന്നു. കാരണം ചവയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന പല്ലുകൾ അനങ്ങുന്നില്ല. അതാണ് ചോദിച്ചത്. അതാണ് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറിൻ്റെ ഗുണം, അഡ്വാൻറ്റേജ്. അതെ, ഓക്കെ. അതും നമ്മൾ ഈ എത്ര യൂണിറ്റ് ആയിരിക്കും ഒരു പല്ല് റീപ്ലേസ് ചെയ്യുമ്പോൾ? അങ്ങനെ അത് എത്ര യൂണിറ്റുകൾ വേണമെങ്കിലും ചെയ്യാം. ഈ 3 പല്ല് നഷ്ടപ്പെടുന്ന അനുസരിച്ച് ഇപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഓരോ പല്ല് എടുത്താൽ മതി. നഷ്ടപ്പെട്ട പല്ലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ സപ്പോർട്ടും നമ്മൾ കൂടുതലെടുക്കും. ഇപ്പോൾ ഫിക്സഡ് ആയാലും അല്ലെങ്കിൽ പാർഷ്യൽ ആണെങ്കിലും നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിൽ വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ഓരോ പല്ല് നഷ്ടപ്പെടുന്ന റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയറിൽ വ്യത്യാസം? ടോട്ടലി ഡിഫറെൻ്റ് ആണ്. FPD എന്ന് പറയുന്നത് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറും RPD എന്ന് പറയുന്നത് റിമൂവൽ പാർഷ്യൽ ഡെഞ്ചറുമാണല്ലോ നമ്മൾ പറഞ്ഞു. RPD എന്ന് പറയുന്നിടത്ത് പല്ല് പോകുന്ന പല്ലുകളെ മാത്രം റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മുടെ പല്ലുകളുടെ ഇടയിൽ 1, 2, 3 പല്ലുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന ഭാഗത്തെ പല്ലുകൾ മാത്രമേ റീപ്ലേസ് ചെയ്യുകയുള്ളൂ. അതൊരു പ്ലേറ്റിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ വായിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അത് റിമൂവബിൾ ആണ്. നമ്മുടെ മറ്റുള്ള പല്ലുകളായിട്ട് അറ്റാച്ച്ഡ് അല്ല, ഫിക്സ്ഡ് അല്ല. ഫിക്സ്ഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് എക്സ്റ്റൻഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാച്ചുറൽ ടൂത്ത് വായിൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും ഈ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറും ഇരിക്കുന്നത്. മൂവബിൾ അല്ല, റിമൂവബിൾ അല്ല. അത് പേഷ്യൻറ്റിന് തനിയെ എടുത്ത് മാറ്റാൻ സാധിക്കില്ല. ഭയങ്കര അഡ്വാൻറ്റേജ് കൂടുതലാണ്. തീർച്ചയായിട്ടും കംഫോർട്ട് ലെവലിൽ വ്യത്യാസം, ഫംഗ്ഷനിൽ വ്യത്യാസം, ഈസ്തറ്റിക്സിൽ വ്യത്യാസം, എല്ലാത്തിലും വ്യത്യാസങ്ങൾ കാണാം. ഈ ഫിക്സഡ് തന്നെ പല കാറ്റഗറീസ് ഉണ്ടോ? ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. സെറാമിക് എന്ന് പറയുന്ന കാറ്റഗറീസ് ഉണ്ട്, യൂസ് ചെയ്യും. ഇപ്പോൾ സിർക്കോണിയ മെറ്റൽ ഫ്രീ ക്രൗൺസ് ഉണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഫിക്സഡിൽ തന്നെ അടുത്ത ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ അഡ്വാൻസസിൽ വരുന്നതാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കാൻ വന്നതാണ്. ഇംപ്ലാന്റിലേക്ക് വരുമ്പോൾ ശരിക്കും എല്ലിൻ്റെ അകത്ത് എല്ലിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇംപ്ലാന്റിലോട്ട് പറയുന്നത്. അപ്പോൾ ഫിക്സഡും പാർഷ്യൽ ഡെഞ്ചറും ഒന്നും പറ്റാത്ത രീതിയിലോട്ട് പോകുമ്പോൾ അടുത്ത ഏറ്റവും അഡ്വാൻറ്റേജ് ലെവലാണ് ഇംപ്ലാന്റ്. തീർച്ചയായിട്ടും ശരിക്കും അത് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണോ? എല്ലാവരും പുറകോട്ട് വലിയുന്ന ഒരു കാര്യം ഇവിടെ കേൾക്കാറുണ്ട്. നല്ലൊരു ചോദ്യമാണത്. അതെ. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്നുള്ള ആ സിസ്റ്റത്തിനോടുക്കാളും ഇംപ്ലാന്റിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റിൽ നമ്മൾ മറ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തുള്ള പല്ലുകളെ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ടൂത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നില്ല. FPD ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല്ലിനെ നമ്മൾ സപ്പോർട്ട് എടുത്ത് അതിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ഇംപ്ലാന്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ടൂത്ത് ആയിട്ട് ആക്റ്റീവ് ആവും.
അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ ആ പല്ല് എവിടെ പോയേക്കുന്നോ ആ പല്ല് പോയിരിക്കുന്ന സ്പേസിൽ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ആ സ്പേസിലേക്ക് ഇംപ്ലാന്റിൻ്റെ മുകളിൽ ഒരു ക്രൗൺ കൊടുത്ത് നാച്ചുറൽ ടൂത്തിൻ്റെ ഫങ്ഷൻ നിലനിർത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഇംപ്ലാന്റ്. ഈ ഇംപ്ലാന്റ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതും ഇംപ്ലാന്റ് ചെയ്ത ശേഷം ഒരു 6 മാസം ഗ്യാപ്പിൽ ക്രൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ ഡിഫറൻസ് ഒന്ന് പറയുമോ? ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഇംപ്ലാന്റ് എല്ലാ കണ്ടീഷൻസിലും ചെയ്യാൻ പറ്റില്ല. ഇംപ്ലാന്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറച്ച് പ്രോട്ടോക്കോൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആവരുന്നുണ്ട്, വേറെ ഗം ഇഷ്യൂസും ബോൺ ഒത്തിരി റിസഷനൊന്നും ഉണ്ടാവരുന്നുണ്ട്, ബോണിന് ഇത്ര ഡെൻസിറ്റി ഉണ്ടാവണമെന്നുണ്ട്, ബോൺ സ്ട്രെങ്ത് ഇത്രത്തോളം ഉണ്ടാവണമെന്നുണ്ട്. അപ്പോൾ ഇംപ്ലാന്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു ഡെൻറ്റിസ്റ്റും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ് റിപ്പോർട്ടും ബോൺ ഡെൻസിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബ്ലഡ് ചെക്കപ്സും നടത്തും. ശരി, നെർവിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ചെയ്യാൻ. തീർച്ചയായും നെർവ് പോകുന്ന വഴി കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് എത്താത്ത രീതിയിലായിരിക്കണം. അങ്ങനെ ഏത് ഇംപ്ലാന്റാണ്, എത്ര ഹൈറ്റാണ്, എത്ര വിഡ്ത്താണ് എന്നെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഒരു ഇംപ്ലാന്റിൻ്റെ സക്സസ് റേറ്റ് കൂടുകയുള്ളൂ. നമ്മൾ പല്ല് പോയി അവിടെ ഒരു എല്ലുണ്ട് എന്ന് കരുതി ഇംപ്ലാന്റ് ഇട്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിന് മുന്നേ ഈ ക്രൈറ്റീരിയ എല്ലാം പാസ്സാവണം. ഈ ക്രൈറ്റീരിയ പാസ്സാവാതെ ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസും പ്രോബബിലിറ്റിയും കൂടുതലാണ്. ഇത് എൻ്റെ ലൈഫ് എത്രയാണ് അപ്പോൾ മറ്റുള്ളതിന്? ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ വായിലുണ്ടാവും. മറ്റ് പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ട്രോമ, ഇംപ്ലാന്റ് ഇട്ടിരിക്കുന്ന ഭാഗത്തൊരു ട്രോമ ഉണ്ടാവുകയോ മറ്റ് ഇൻഫെക്ഷൻസ്, സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം സിവിയർ ബോൺ ഇഷ്യൂസോ, സിവിയർ ബോണിലേക്ക് എന്തെങ്കിലും അടുത്തുള്ള പല്ലുകൾ മുഖേനയോ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻ്റനൻസ് കറക്റ്റ് ആവാത്തത് കൊണ്ട് മോണരോഗങ്ങൾ ഉണ്ടാവുകയോ കാര്യങ്ങളൊക്കെ വന്നാലും ഇംപ്ലാന്റിലേക്ക് അത് അഫക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇംപ്ലാന്റ് പതുക്കെ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇംപ്ലാന്റ് വൺസ് പ്ലേസ് ചെയ്തു, പെർമനൻറ്റ് ഫിക്സേഷൻ ആയി എന്ന് കരുതി അതിൻ്റെ മെയിൻ്റനൻസ് പാടില്ല എന്ന് ചിന്തിക്കരുത്. എങ്ങനെ നമ്മൾ നാച്ചുറൽ ടൂത്ത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ ഒരു പടി ഉയരത്തിൽ നമ്മുടെ മെയിൻ്റനൻസ്, ഹൈജീൻ പ്രോസസ്സ് എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുവരണം. ഫസ്റ്റ് ഒരു പല്ല് ഇംപ്ലാന്റ് ചെയ്താൽ നെക്സ്റ്റ് ഡോക്ടറിന് വിസിറ്റ് അല്ലെങ്കിൽ ക്ലിനിക് വിസിറ്റ് എപ്പോഴാണ്? ഓക്കെ, ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഫേസായിട്ടാണ് നോർമലി ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ബോണിലേക്ക് ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിന് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഇംപ്ലാന്റ് ആദ്യം പ്ലേസ് ചെയ്യും. ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ഹീലിങ്ങിലേക്ക് വിടും. അതൊരു മിനിമം 3 months ആണ്, ചിലപ്പോൾ 4 to 5 to 6 months വരെ എടുക്കും. നമ്മൾ എവിടെയെങ്കിലും ഗ്രാഫ്റ്റോ സൈനസ് ലിഫ്റ്റോ എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീലിംഗ് ടൈം കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ മേ ബി വിൽ വെയിറ്റ് ടിൽ 6 months. അങ്ങനെ ആ സെക്കൻഡ് ഫേസിൽ വരുമ്പോഴേക്കും ഈ ബോണുമായിട്ട് നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന ഇംപ്ലാന്റ് ഇൻ്റഗ്രേഷൻ നടന്നിട്ടുണ്ടാവും. അതിന് ഓസിയോ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. ബോണും ഈ ഇംപ്ലാന്റും തമ്മിൽ കറക്റ്റായിട്ട് യോജിച്ചിട്ടുണ്ടാവും, സെറ്റാവണം. അതിൻ്റെ ഗ്രൂവ്സിലേക്ക് എല്ലാം ബോൺ വളർന്ന് ഇംപ്ലാന്റിനെ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അത് നമ്മുടെ പല്ലിൻ്റെ വേര് പോലെ ആക്ട് ചെയ്യുന്ന സമയമാണ്. പിന്നെ അത് അനങ്ങില്ല. ആ ഒരു ടൈം കൊടുത്തതിന് ശേഷമാണ് ഈ സെക്കൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിലാണ് മെയിൻ റിസൾട്ട്. എക്സാക്ട്ലി, അതെ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പ്രോസസ്സാണ് ഇതിൻ്റെ പുറമേലേക്ക് നമ്മൾ പല്ല് വെച്ച് കൊടുക്കുന്ന പ്രോസസ്സുകൾ. അത് ഒരു 3 months 4 months ശേഷം ഒരു 3 or 4 സിറ്റിങ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഡോക്ടർ, നമ്മൾ ഈ 3 months കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ എല്ലാം ഇംപ്ലാന്റ് നമുക്ക് 3 months തന്നെ വേണോ? ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ 3 months കൂടുതൽ വേണോ, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇമീഡിയറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അതായത് ഏകദേശം 15 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രൊസീജിയറും കഴിയും. ഓക്കെ, ഇംപ്ലാന്റ് ഇട്ട് ഒരു 10 to 15 ഡേയ്സിനുള്ളിൽ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിന്ന ആൾക്കാർക്കെന്നാണോ? അതെ, എക്സാക്ട്ലി. അതിന് ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആയിരിക്കണം. അത് ശരി. അതായത് ബോണിൻ്റെ ഡെൻസിറ്റി പെർഫെക്റ്റ് ആയിരിക്കണം. യാതൊരു തരത്തിലുള്ള സിസ്റ്റമിക് ഇഷ്യൂസ്, ഡയബറ്റിക്സ്, തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മുടെ ക്രൈറ്റീരിയ 100% ഫുൾഫിൽ ആകുന്ന ഒരു പേഷ്യൻറ്റിന് മാത്രമേ നമുക്ക് അങ്ങനെ തരാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറ്റും. ഇംപ്ലാന്റ് ലോഡിങ് ചെയ്യാം. അത് തെറ്റില്ല, അത് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഓക്കെ, ഇംപ്ലാന്റിൽ ആക്ച്വലി ടൈറ്റാനിയം മെറ്റീരിയൽ മാക്സിമം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം
എന്താണ്? ഈ ടൈറ്റാനിയം എന്നുള്ള മെറ്റീരിയൽ വളരെയധികം റിസർച്ചിൽ നിന്നും സയൻറ്റിഫിക് റിസർച്ചിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ സയൻസിലേക്ക് വന്നതാണല്ലോ. ഓക്കെ. നമുക്കൊരിക്കലും ഒരു അയൺ റോഡും അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി അത് യൂസ് ചെയ്തിരുന്നപ്പോൾ വരുന്നത് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യാതെയും ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടുകയും ചെയ്ത് ആ ഇംപ്ലാൻസോ അല്ലെങ്കിൽ ആ പ്രോസ്തസിസോ ഫെയിലിയർ ആവുകയും പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞ് സയൻസിൻ്റെ റിസർച്ചിൽ ഏറ്റവും നല്ല ബോഡിക്ക് ബയോ കോമ്പാറ്റിബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇംപ്ലാന്റ് അതിനൊക്കെ ടൈറ്റാനിയം യൂസ് ചെയ്യുന്നത്. ടൈറ്റാനിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം സ്മൂത്തനിങ് ആക്കാനും ഷാർപ്പാക്കാനും പ്രിസൈസ് ആക്കാനും പറ്റുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോണിലേക്ക് അത് പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതും അതിൻ്റെ എന്താ പറയുക സക്സസ് റേറ്റ് കൂടുന്നതിൻ്റെ കാരണം. ശരിക്കും ഈ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി അത് ശരിക്കും ഈ പേഷ്യൻറ്റിൻ്റെ കംഫോർട്ടിനെ ബാധിക്കുന്ന കാര്യമല്ലേ? ഈ അക്രിലിക് മെറ്റീരിയൽ പോലത്തെ ശരിക്കും അതൊരു മെയിൻ കാര്യമല്ലേ, പേഷ്യൻ്റ് കംഫോർട്ട്. അതെ. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ എന്താണെന്ന് പറയും? അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ റിമൂവൽ ഡെഞ്ചേഴ്സിലാണല്ലോ. അതെ. റിമൂവൽ ഡെഞ്ചേഴ്സിലാണ് നമുക്ക് ഈ ആക്രിലിക് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് നമുക്ക് മെറ്റീരിയൽസൊക്കെ വരുന്നത്. ഈ ആക്രിലിക് എന്ന് പറയുന്നത് ഒരു റിജിഡ് മെറ്റീരിയലാണ്. റിജിഡാണ്. ഓക്കെ. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഈ RPDസിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആക്രിലിക്കിൽ യൂസ് ചെയ്യുന്ന RPD എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട മെറ്റീരിയലാണ്. ഓക്കെ. പക്ഷേ അത് മേ ബി ബിക്കോസ് ഓഫ് ദി എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് നമ്മുടെ നാട്ടിൽ അതൊരു പെർമനൻ്റ് ആയിട്ട് ആളുകൾ യൂസ് പോവുകയാണ്. ശരിക്കും അങ്ങനെയല്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫ്ലെക്സിബിൾ ഡെഞ്ചേഴ്സ് കംഫർട്ടബിൾ ആണ്. ഫ്ലെക്സിബിൾ ഡെഞ്ചേഴ്സ് വളരെ കംഫർട്ടബിൾ ആണ്. അതെനിക്കൊന്നും റേറ്റ് കുറഞ്ഞുകൊണ്ടാണോ? അല്ല, റേറ്റ് കുറഞ്ഞുകൊണ്ടല്ല. ഈ RPDs റേറ്റ് കുറവാണ് തീർച്ചയായിട്ടും. യെസ്, എക്സാക്ട്ലി. RPDസിന് റേറ്റ് കുറവായതുകൊണ്ട് പേഷ്യൻസിന് അത് അഫോർഡബിലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞ എക്കണോമിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അഫോർഡബിലിറ്റി ഒത്തിരി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ RPD ആക്രിലിക് മെറ്റീരിയലിനേക്കാളും ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ആക്രിലിക് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര റിജിഡാണ്. അതെ. ഈ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ കുറച്ചും കൂടെ എലാസ്റ്റിക്കാണ്. അതിന് നമ്മുടെ ആ മോണയിലേക്കൊന്നും അത്ര പ്രഷർ ചെല്ലാത്തതുകൊണ്ടും ഇത് അത്ര റിജിഡ് അല്ലാത്തതുകൊണ്ടും പേഷ്യൻറ്റിന് കുറച്ചുകൂടെ ചൂ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. പേഷ്യൻ്റ് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാവും. അതെ. അപ്പോൾ പേഷ്യൻറ്റിന് എന്താ ഗുണം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ചവയ്ക്കുമ്പോൾ അതെ ഇതിനൊരു ഒരു ചെറിയ താളം ഉണ്ടാവും. അതെ. ആ മോണയിലിരുന്നൊന്ന് ഒതുങ്ങി മോണയുടെ രീതിക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവും. അതായത് നമ്മുടെ ബോണിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതും ഒന്ന് ഫ്ലെക്സിബിൾ ആവും. അപ്പം മറ്റേ റിജിഡ് മെറ്റീരിയൽ ആകുമ്പോൾ വരുന്ന ആ ഒരു ഫോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് അത്രയും പേഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യില്ല. അതെ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ RPDs യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. എങ്കിലും എപ്പോഴും ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു RPD റിമൂവൽ പാർഷ്യൽ ഡെഞ്ചർ എന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ CPDs ആണ്. CPDs എന്ന് പറയുന്നത് കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സ്. ഓക്കെ. കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് ആണ് എക്സാക്ട്ലി റിമൂവൽ അപ്ലയൻസസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പേയ്മെൻറ്റിൻ്റെയും ഈ ഒരു ഫിനാൻഷ്യൽ ഇതിൻ്റെ വരുന്ന അനുസരിച്ച് അതിൻ്റെ കുറച്ച് ഇതിലേക്ക് മാറിയെന്നുള്ളൂ. കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണയ്ക്കും നമ്മുടെ പല്ലിനും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. അതിൽ തന്നെ ഒരു മെറ്റൽ ഫ്രെയിം വർക്കാണ് കൊടുക്കുന്നത്. ഈ മെറ്റൽ ഫ്രെയിം വർക്കുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡാപ്റ്റബിലിറ്റി വളരെ ഫൈനായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വായിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് നമ്മുടെ ഈ സ്കിന്നിന് ഓറൽ ക്യാവിറ്റിക്ക് അകത്തുള്ള സ്കിന്നിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് ഡെഞ്ചറായിട്ട് വെക്കുന്ന ഒരു അമ്മച്ചിക്കോ അപ്പച്ചനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ചൂട് നമ്മുടെ അണ്ണാക്കി കിട്ടില്ല. ശരി. ഫീൽ ചെയ്യില്ല. നാക്കെ കിട്ടും, പക്ഷേ അണ്ണാക്കിലേക്ക് കിട്ടില്ല. നമ്മുടെ രുചിയും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ചൂയിങ്ങും ദഹനവും എല്ലാം ആശ്രയിക്കുന്നത് നമ്മുടെ നന്നായിട്ടുള്ള ചൂയിങ്ങിലും അത് നമ്മുടെ വായിൽ കിടന്ന് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് കിട്ടുന്നത്. ആ ഒരു ഫീല് ശരിക്കും കോംപ്രമൈസ്ഡ് ആണ് മറ്റുള്ളതിൽ. പക്ഷേ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് റിമൂവബിൾ അപ്ലയൻസസ്. ശരി. ഇനി അടുത്തൊരു നമുക്ക് പ്രധാന ഒരു പ്രശ്നം മോണരോഗമാണ്. ഇപ്പോൾ ഗം ഡിസീസസ്. അപ്പോൾ അതിൽ ശരിക്കും പല്ല്
മോണയിൽ നിന്ന് വിട്ടുമാറുക അല്ലെങ്കിൽ പല്ലിന് നീളം കൂടുക, അതാണല്ലോ മോണരോഗം പെട്ടെന്ന് മനസ്സിലാവുക. ശരിക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ്? ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. ഓക്കെ, മോണരോഗത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസും സിമ്പിളായിട്ടുള്ള പ്രശ്നമാണ് ജിഞ്ചൈവൈറ്റിസ്. ഓക്കെ. ഓക്കെ, ജിഞ്ചൈവൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോണ വീക്കം. ഓക്കെ, മോണയുടെ വീക്കം. എന്തുകൊണ്ടാണ് മോണ വീക്കം ഉണ്ടാകുന്നത്? ഓക്കെ, മോണ വീക്കം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ്, അതായത് നമ്മുടെ ബ്രഷിങ് നല്ല പ്രോപ്പർ ടെക്നിക്കലല്ലാത്ത കൊണ്ടാവാം. ഓക്കെ, എന്ത് സംഭവിക്കുന്നു? നമ്മളെല്ലാവരും രാവിലെ ബ്രഷ് ചെയ്യും. രാത്രി ബ്രഷ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ തിരക്ക് കാരണമോ ഉറക്കക്ഷീണം കാരണമോ നമുക്ക് സാധിക്കാണ്ട് പോകുന്നു, ചിലപ്പോൾ ബ്രഷ് ചെയ്യാതെ കിടക്കും. ഞങ്ങൾ പറയുകയാണെങ്കിൽ രാത്രി ബ്രഷ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടും രാവിലെ ബ്രഷ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആണെന്നാണ് അതിൻ്റെ ഒരു. കാരണം ഈ രാത്രിയിലാണ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വായിൽ നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് പറ്റി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാത്രി എന്താ സംഭവിക്കുന്നത്? രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഐഡിലാണ്, നമ്മൾ അനങ്ങുന്നില്ല. ഓക്കെ, ആ സമയത്താണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ആദ്യം നമ്മൾ അതിനെ പ്ലാക്ക് എന്ന് വിളിക്കും. ആ പ്ലാക്ക് അവിടെ ഇരുന്ന് ബാക്ടീരിയൽ ആക്ഷൻസ് വഴി അത് കാൽക്കുലസ് ഈസ് എ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അത് പല്ലിലേക്ക് കുറച്ചും കൂടി അധീറായി അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ എന്ത് വെച്ചാൽ ഈ കാൽക്കുലസ് ഈസ് എ കോളനി ഓഫ് ബാക്ടീരിയാസ്, മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ പല്ലിനെയും അതുപോലെ തന്നെ പല്ലിൻ്റെ തൊട്ട് താഴെയുള്ള മോണയിനെയും ദ്രവിപ്പിക്കാൻ തുടങ്ങും. ശരിക്കും പല്ല് ഇളകുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ? ഈ മോണവീക്കം അത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. അതായത് ഗംസിൻ്റെ ജിഞ്ചൈവൈറ്റിസ് കൊണ്ടല്ല പല്ല് ഇളകുന്നത്, അത് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന അടുത്ത സെഗ്മെൻറ്റാണ്. മനസ്സിലാവുന്നത്? മോണയും എല്ലും പല്ലിനെ ചുറ്റിയുള്ള ലിഗമെൻറ്റും അഫക്റ്റഡ് ആകുമ്പോഴാണ് പല്ല് ഇളകാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് ആദ്യം മോണയെ ഇൻഫ്ലെയിംഡ് ആക്കുന്നു. ഇതൊക്കെ ഒരു ഇറിറ്റൻ്റ് ആണല്ലോ, നമ്മുടെ ഗംസിന് ഇറിറ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ മോണ ഇൻഫ്ലെയിംഡ് ആവും. അപ്പോൾ ഫസ്റ്റ് സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് റെഡ്നെസ്സാണ്. മോണയിൽ ചെറിയ ചുമന്ന് തടിച്ച് നിൽക്കുന്ന പോലെ കാണാം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ബ്രഷ് ചെയ്യുമ്പോഴോ വാ കുലുക്കുഴിഞ്ഞ് തുപ്പുമ്പോഴോ ഒക്കെ ബ്ലഡ് വന്ന് തുടങ്ങിയെന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങും. അത് അതിൻ്റെ അടുത്ത ലക്ഷണമാണ്. മനസ്സിലാവും? പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നമായ ലക്ഷണമാണ് നമുക്ക് ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായുനാറ്റം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആദ്യമേ ഏറ്റവും സിമ്പിളായിട്ട് പേഷ്യൻറ്റിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബ്രഷിങ്ങിൽ വരുന്ന ബ്ലീഡിംഗ് ആണ്. ഓക്കെ, ഗംസ് ബ്ലീഡ് ചെയ്ത് തുടങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മോണ രോഗങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ്. ഓക്കെ. സിവിയർ അടുത്ത ഒരു മാക്സിമം ഘട്ടത്തിലോട്ട് പോകുന്ന ലക്ഷണം അറിയാൻ പറ്റത്തില്ല. ഇത് പെയിൻ ഉള്ളതല്ലല്ലോ. ഇതിൽ സിവിയർ പെയിൻ ഒന്നും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യില്ല. ഇല്ല. ഇത് കാരണം ചെറിയ ബ്ലീഡിങ് വന്നു, അതങ്ങ് പോയി, ചിലപ്പോൾ മാറും, വരും, വീണ്ടും വരാം. ഇത് സിവിയാരിറ്റിയിലേക്ക് പോകുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാൽക്കുലസ് വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ കാൽക്കുലസ് ഉള്ളിൽ നിന്ന് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മോണ വീങ്ങുമ്പോൾ എന്ത് പറ്റും? പല്ലും മോണയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. അതാണ് മോണയിൽ നിന്ന് വിട്ടുമാറി പല്ല് വരും. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഈ കാൽക്കുലസ് പ്ലാക്കുകളും വീണ്ടും അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇത് താഴേക്ക് ഇറങ്ങി മോണയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് കയറിയാണ് അടുത്ത ലെവൽ ഓഫ് ഇൻഫെക്ഷൻസിലേക്ക് പോകുന്നത്. ശരിക്കും മോണ വീക്കം വരുമ്പോൾ തന്നെ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും മോണ വീക്കം എന്നല്ലെങ്കിൽ മോണയ്ക്ക് ചെറിയ ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണുകയും അപ്പോൾ എന്ത് സാധിക്കും? വെറും സാധാരണ ഒരു ക്ലീനിങ്ങിൽ, ഒരു നോർമൽ ക്ലീനിങ്ങിൽ അതിന് ട്രീറ്റ്മെൻറ്റായി. അതെ, നമ്മളത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫേസ് മാറുന്നതും കോസ്റ്റ് മാറുന്നതും വ്യത്യാസങ്ങൾ വരുന്നത്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം അല്ല 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ക്ലീനിങ് ചെയ്യണം. ഒരു മെയിൻ്റനൻസ് ആവശ്യമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്, നമുക്കൊരു സർവീസ് വേണം. നമ്മുടെ പല്ലുകൾക്കും അതുപോലെയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഭാഗമാണ് പല്ല്. അല്ല, നമ്മുടെ പല്ല് ശരിക്കും പറഞ്ഞാൽ ഒരു എൻട്രി ഗേറ്റ് ആണ് അല്ലേ? എല്ലാം ഉള്ളിൽ കൂടെയാണ് പോണത്. അപ്പം അത്രയും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അതെ, നമ്മുടെ വായുടെ ശുചിത്വം പ്രോപ്പർ അല്ലെങ്കിൽ ഈ വായിലുള്ള അണുക്കൾ അകത്തേക്ക് പോവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഈ ഞാൻ പറഞ്ഞില്ലേ കോളനീസ്, അത്രമാത്രം കോളനീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ വായിലുള്ളത്. അത് നേരെ നമ്മുടെ ആമാശയത്തിലേക്കും നമ്മുടെ കാർഡിയോ ഇഷ്യൂസിലേക്കും ഒക്കെ കയറിപ്പോകാം. നമ്മുടെ ബ്ലഡ് സിസ്റ്റത്തിലേക്ക് കയറാം. ഇതെല്ലാം ഒരുപാട് അസുഖങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ വായിലെ ശുചിത്വം നല്ലതല്ലെങ്കിൽ
ശാരീരികമായ പ്രശ്നങ്ങൾ വരുമെന്നുള്ള ഒരു അപബോധമാണ് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പെരിയോഡോണ്ടൈറ്റിസ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ പല്ല് നമുക്കിപ്പോൾ കാണുന്ന മൊത്തം പല്ലാണ്. ആ പല്ല് അതിൽ നിന്നുള്ള വേരുകൾ അത് ശരിയും എല്ലിലോട്ട് പോവുകയാണ്. അപ്പോൾ പല്ല്, റൂട്ട്സ്, എല്ല്, അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മോണ, ഇതിനെ മൊത്തത്തിൽ പറയുന്നത് പീരിഡോൺഷ്യം. അപ്പോൾ ഈ പീരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നതും ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം അതിനെ ബാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? വെരി ഗുഡ്, നല്ലൊരു ചോദ്യം അത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ജിഞ്ചൈവൈറ്റിസ് എന്നൊരു വാക്ക് പറഞ്ഞില്ലേ. ജിഞ്ചൈവൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോണയുടെ ചെറിയ ഒരു തുടക്കക്കാരൻ മാത്രമാണ്. അതായത് മോണ വീക്കം. ഓക്കെ. എന്നാൽ പല്ലിരിക്കുന്നത് മോണയിൽ മാത്രമല്ല. അതെ. പല്ലിൻ്റെ ചുറ്റും കുറച്ച് ആൾക്കാരുടെ കൂടി ഉണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഈ സപ്പോർട്ടീവ് സിസ്റ്റത്തിനെയാണ് പെരിയോഡോൺഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മോണയ്ക്കകത്തൊരു ലിഗമെൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ബോണുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പെരിഡോൺഷ്യം. ഈ പീരിഡോൺഷ്യൽ ലിഗമെൻ്റ് ആണ് ശരിക്കും പൊസിഷൻ, സ്ട്രക്ചർ, പല്ലിനെ നേരെ നിർത്തുക. എക്സാക്ട്ലി. ഒരു പരിധി വരെ നമ്മുടെ പല്ലിൻ്റെ സപ്പോർട്ട്, നമ്മുടെ പല്ലിനെ നിരക്കി നിർത്തുക. അതേപോലെ നമ്മുടെ പല്ലിനൊരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലിഗമെൻ്റാണിത്. ഓക്കെ. കാരണം അത്രയും വലിയൊരു ഫോഴ്സാണ് ചൂയിങ് ഫോഴ്സ്. നമ്മുടെ പല്ലുകൾ കടിക്കുന്നത് ഭയങ്കര ഫോഴ്സാണ്. ഈ ഫോഴ്സിന് നമുക്കറിയാം, നമ്മുടെ വണ്ടിക്ക് ഷോക്ക് അബ്സോർബർ ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ടയർ? അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലിഗമെൻ്റാണ് ഈ പെരിഡോണ്ടൽ ലിഗമെൻറ്റ്. ഓക്കെ. പെരിഡോണ്ടൽ ലിഗമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പല്ലിൻ്റെ വ്യവസ്ഥയ്ക്ക് വ്യത്യാസങ്ങൾ വരും, പല്ലിൻ്റെ ശക്തിക്ക് വ്യത്യാസം വരും, പല്ലിൻ്റെ സ്ട്രെങ്ത്തിൽ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഇനി എന്താണ്, നമുക്ക് അടുത്തൊരു വാക്കാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്നുള്ള വാക്ക്. അതെ. നമ്മൾ ജിഞ്ചൈവൈറ്റിസ് കേട്ടു. ജിഞ്ചൈവൈറ്റിസിൻ്റെ വല്യപ്പച്ചനാണ് പെരിയോഡോണ്ടൈറ്റിസ്. ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രശ്നക്കാരനാണ്, അത്രയും വലിയ പ്രശ്നക്കാരനാണ്. കാരണം നമുക്കറിയാം, ഒരു ബിൽഡിങ് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കണം. തീർച്ചയായും. അല്ലേ? ബിൽഡിങ് എത്ര ഉയരത്തിൽ പോയാലും ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്ത് നമ്മൾ പണിത് വെച്ചിട്ടും കാര്യമില്ല, ഇത് ഇളകിപ്പോവും അല്ലെങ്കിൽ ഇടിഞ്ഞു ചാടും. അതെ. ഓക്കെ. ആ ഫൗണ്ടേഷനാണ് ഞാൻ ഈ പറഞ്ഞ പെരിഡോൺഷ്യം. അപ്പോൾ ഈ പെരിഡോൺഷ്യം വീക്കാവുന്നൊരു സിറ്റുവേഷൻ വരും. പെരിഡോൺഷ്യം വീക്കാവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മോണരോഗങ്ങളെ ചെറുതായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ട് കഴിയുമ്പോൾ ഇത് പതുക്കെ ആ ഇൻഫെക്ഷൻ താഴേക്ക് ഇറങ്ങി തുടങ്ങും. ഓക്കെ. അങ്ങനെ മോണയ്ക്കകത്തിരിക്കുന്ന എല്ലിലേക്കും എല്ലിൻ്റെ സൈഡിൽ അകത്തേക്കിടെ പോകുന്ന ഈ പെരിഡോണ്ടൽ ലിഗമെൻറ്റിലേക്കും ബാധിച്ചു കഴിയുമ്പോൾ ആ ഇൻഫെക്ഷൻ വളരെ സിവിയറായിട്ടും അഗ്രസീവായിട്ടും മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് വരും? അങ്ങനെയാണ് നമ്മൾ ഈ മോണ ഇറങ്ങിപ്പോയതായിട്ട് കാണാൻ പറ്റും, പല്ലിൻ്റെ നീളം കൂടിയതായിട്ട് തോന്നാൻ പറ്റും, ഉള്ളിലുള്ള വേര് തെളിഞ്ഞു വന്നതായിട്ട് കാണാൻ പറ്റും, പല്ലിന് ഇളക്കം സംഭവിക്കും. ആ ഇളക്കത്തന്നെ പല രീതിയിലുണ്ട്. ചെറിയ ഇളക്കാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സിവിയാരിറ്റിയിലേക്കും ബോൺ ലോസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ പല്ല് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരെ വരാവുന്ന ഒരു പ്രശ്നമാണ് പെരിഡോണ്ടൈറ്റിസ്. ഇതിനെ ഒരുപാട് സിസ്റ്റമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്സ്, നമ്മുടെ മറ്റ് സിസ്റ്റമിക് ഹോർമോണൽ ഇഷ്യൂസ്, കാര്യങ്ങളൊക്കെ പെരിഡോണ്ടൈറ്റിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഈ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് ഉണ്ടല്ലോ, അത് യങ്സ്റ്റേഴ്സിനാണോ കൂടുതൽ? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതെ, യങ്സ്റ്റേഴ്സിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ്. പക്ഷേ അതിൻ്റെ ഒരു ഇറ്റിയോളജി, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതിനൊരു കറക്റ്റ് ഇറ്റിയോളജി പറയാൻ സയൻസിന് പറ്റുന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, മൾട്ടി ഫാക്ടേഴ്സായിട്ട് പറയുന്നുണ്ട്, ജെനറ്റിക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മളൊരു പെരിഡോണ്ടൈറ്റിസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്കെയിലിങ് അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് തെറാപ്പി എന്നുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് പോകാൻ പറ്റുക. ഡോക്ടർ, ഇതിന് ഇത്രയും പ്രശ്നക്കാരനാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റും അതുപോലെ ആയിരിക്കുമല്ലോ, എങ്ങനെ നമുക്കത് ട്രീറ്റ് ചെയ്യാം? അതെ, ഇത്രയും പ്രശ്നമായൊരു ലെവലിലാണ് ഇങ്ങനൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ പെരിഡോണ്ടൈറ്റിസ് എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല, കുറച്ച് വർഷങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ആണ് മോണയിലേക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഗംസ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ ടിഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് പല്ല് ഹാർഡ് ടിഷ്യൂ ആണ്. നമ്മുടെ പല്ലിലേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാം. ഫോർ എക്സാമ്പിൾ റൂട്ട് കനാൽ ചെയ്യാം, പല്ലടയ്ക്കാം, ക്രൗൺ വയ്ക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ മോണ അങ്ങനെയല്ല. മോണയ്ക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മോണ ഇറങ്ങിപ്പോകാനും ചുറ്റുമുള്ള, ഞാൻ പറഞ്ഞ പോലെ എല്ലിനും പെരിഡോൺഷ്യത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനും പ്രശ്നം പെട്ടെന്ന് അങ്ങ് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ
ഇതിനെ തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രയാസമാണ്. ഓക്കെ. ഓക്കെ, എത്ര നാളായിട്ടുള്ള അസുഖമാണെന്നുള്ളത് ആലോചിക്കണം. അതെ. ഈ രോഗം ഒറ്റ ദിവസം കൊണ്ടോ ഒരു സിറ്റിങ്ങിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ മാറുന്നതല്ല. മാറുന്നതല്ല. ഓക്കെ, അത് പല സ്റ്റേജിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്നതുമല്ല, അതുപോലെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫേസസ് പല രീതിയിലാണ്. രീതിയിലാണ്. ഓക്കെ. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഫിനിഷ് ചെയ്ത് വിടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അല്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ എന്താ, ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് ലോക്കലൈസ്ഡ് ഫാക്ടേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാൽക്കുലസ് കാര്യങ്ങൾ, ഡെപ്പോസിറ്റ്സ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ മോണയ്ക്കകത്തും വെയിലിനകത്തും ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലി ചെയ്യുന്നത് ഒരു നോർമൽ സ്കെയിലിങ്ങും അതിനുശേഷം ഒരു ഡീപ്പ് സ്കെയിലിങ്ങും ചെയ്യും. അതായത് ക്ലീനിങ് ഡീപ്പായിട്ട് ടിഷ്യൂവിനകത്തുനിന്ന് അവർക്കെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ഹീലിങ്ങിലേക്ക് വിടും. അതിനുശേഷമാണ് വേണ്ടി വന്നാൽ നമുക്കൊരു ഫ്ലാപ്പ് സർജറി, അതുപോലെ ലോക്കൽ മെഡിക്കൽ തെറാപ്പീസ്, അങ്ങനെയുള്ള പല ടെക്നിക്കിലൂടെയാണ് നമ്മൾ ഈ ഗംസിനെ റീഗ്രോ ചെയ്യാനും ഈ ബോണിനെ സ്ട്രെങ്ത് വരുത്താനുമുള്ള ട്രീറ്റ്മെൻറ്റ്സ് പേഷ്യൻറ്റിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ഹാസ് ടു ബി സോ മച്ച് കോപ്പറേറ്റീവ്. ഓക്കെ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ പേഷ്യൻ്റ് ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ചെയ്യണം, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കണം, മൗത്ത് വാഷസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒത്തിരി ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടാണ് ഒരു പെരിയോഡോണ്ടൽ തെറാപ്പി എന്നാണ് ഞങ്ങൾ പറയുന്നതിന്, കോംപ്ലക്സ് പെരിയോഡോണ്ടൽ തെറാപ്പി. ഈ ഒരു കോംപ്ലക്സ് പെരിയോഡോണ്ടൽ തെറാപ്പിയുടെ സക്സസ്സിന് ഒരു പേഷ്യൻറ്റിൻ്റെ 110% സപ്പോർട്ടും ഡോക്ടർക്ക് ലഭിച്ചാൽ മാത്രമേ ഇതിനെ നമുക്കൊരു മെയിൻ്റനൻസ് ഫേസിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അവിടെയും ചാലഞ്ചസ് ഒരുപാടുണ്ട്. ഏജ് ഒരു ഫാക്ടറാണ്, സിസ്റ്റമിക് ഇഷ്യൂസ് ഒരു ഫാക്ടറാണ്. ഈ ഫാക്ടറെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്നത്. കാരണം ഒരു പേഷ്യൻറ്റിന് ഉള്ള പോലെ ആയിരിക്കില്ല അത്, എല്ലാവർക്കും സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കില്ല. അതൊരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് അപ്പോൾ? ആഫ്റ്റർ കെയർ ഒബ്വിയസ്ലി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയും, എല്ലാ അസുഖത്തിൻ്റെ വായിലെ എല്ലാ അസുഖത്തിൻ്റെ കെയർ മെയിൻ്റനൻസ് ആണ്. ബ്രഷിങ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് യു ഹാവ് ടു വിസിറ്റ് യുവർ ഡെൻറ്റിസ്റ്റ് once in 6 months. ഓക്കെ. ശരിക്കും ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ നാച്ചുറൽ പോലെ നമുക്ക് ബ്രഷ് ചെയ്യാമോ? അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഇപ്പോൾ പ്രഷർ കൊടുക്കാനുള്ള രീതി ഉണ്ടല്ലോ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ഒരു കഴിഞ്ഞിട്ട്? കോംപ്ലക്സ് പെരിയോഡോണ്ടൽ തെറാപ്പി എന്ന് പറയുന്നതിനകത്ത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് വരുന്നൊരു ഭാഗമാണ്. ഓക്കെ, ആഫ്റ്റർ എനി സർജിക്കൽ പ്രൊസീജിയേഴ്സ് വായിൽ സ്റ്റിച്ചസ് ഉണ്ടാവും, സ്യൂച്ചേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ വായിൽ ചെറിയ ചെറിയ ബ്ലീഡിങ് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും മീഡിയം ബ്രിസിൽസോ അല്ലെങ്കിൽ ഹാർഡ് ബ്രിസിൽസോ അല്ല, നമ്മൾ എന്താ സോഫ്റ്റ് ബ്രിസിൽസിലേക്കാണ് ആ സമയത്ത് കൊണ്ടുപോവുക. ഹാർഡായിട്ട് ബ്രഷ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ. ഹാർഡായിട്ടുള്ള ബ്രഷിങ് ക്ലീനിങ് നടക്കുകയും വേണം. അതെ, നടക്കുകയും വേണം. അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യണം. ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ ഒത്തിരി ചൂടുള്ള ചായ, കാപ്പി, അങ്ങനെ ഭയങ്കര ചൂടായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം, കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം. ഇനീഷ്യലി ഫോർ ദാറ്റ് 15 days to 21 days എങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. കാരണം ഒരു അഗ്രസീവ് ലോസാണ് സംഭവിക്കുന്നത്. ഈ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റേജ് 3, 4 എന്നൊക്കെ പറയുമ്പോൾ അതൊരു അഗ്രസീവ് ലോസ് ഓഫ് ടിഷ്യൂസ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിൻ്റെ മാത്രം, അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ മാത്രം ഇതുകൊണ്ട് തീരുന്നില്ല. അതിൻ്റെ ആഫ്റ്റർ സർജിക്കൽ അല്ലെങ്കിൽ പോസ്റ്റ് സർജിക്കൽ കെയർ ചെയ്യേണ്ടത് എപ്പോഴും ഡെൻ്റലിനെ സംബന്ധിച്ച് പേഷ്യൻ്റ് ഹിംസെൽഫാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ മറ്റൊരു സ്ഥലത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ICUയിൽ ഇടും, നമ്മുടെ വാർഡിലേക്ക് മാറ്റും, കുറച്ച് നാൾ നമ്മൾ കെയർ ചെയ്ത് നമ്മൾ ഓക്കെ ആണെന്ന് കണ്ടാലേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അതെ, പൂർണ്ണമായി ഭേദമായാലും നമ്മൾ വിടും. എക്സാക്ട്ലി. ഇവിടെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഹാസ് ടു ഗെറ്റ് മോട്ടിവേറ്റഡ്. ശരിക്കും അപ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കൊടുക്കും. പേഷ്യൻറ്റിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ്, പോസ്റ്റ് സർജിക്കൽ കെയർ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണല്ലോ വിടുന്നത്. അതെ. അപ്പോൾ അവരത് ഫോളോ ചെയ്യണം, കറക്റ്റ് ഫോളോ അപ്സ് വരണം. അപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് പേഷ്യൻറ്റിന് കിട്ടുള്ളൂ. ശരി. ഈ മോണരോഗത്തിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, അതേപോലെ സ്ട്രോക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യത അത് എത്രത്തോളം ശരിയാണ്? അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സയൻറ്റിഫിക് ജേർണൽസ് എല്ലാം അപ്രൂവ് ചെയ്തേക്കുന്ന ഒരു ഫാക്ടറാണല്ലോ.
കാരണം നമ്മുടെ മോണരോഗം എന്ന് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കോളനി ഓഫ് ബാക്ടീരിയാസ് അല്ലേ, ഒരുപാട് മൈക്രോബോ ഓർഗാനിസംസ് ഉള്ള ഒരു രോഗമാണ് അവിടെ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാണ്, നമ്മൾ ഇറക്കി വിടുക. അതെ. അപ്പോൾ ഇറക്കി വിടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് കയറാം. മനസ്സിലാവും. ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുന്നത് നമ്മുടെ സർക്കുലേഷൻ വഴി നമ്മുടെ കാർഡിയാക് ഇഷ്യൂസിലേക്കും ഡൈജസ്റ്റീവ് ഇഷ്യൂസിലേക്കും ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസിലേക്കും ഈവൻ ബ്രെയിനിലേക്ക് വരെ ഈ നെർവ് സപ്ലൈയിലൂടെ പോകുന്നുണ്ട്. അതെ. നമ്മുടെ വായിലേക്കൂടെ വരുന്ന നെർവ്സ് കണക്ഷനുണ്ട്, ഫേഷ്യൽ നെർവ്സിന് ഇങ്ങനെ പല കണക്ഷൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ നെർവ്സിനെയൊക്കെ ഇൻഫെക്റ്റഡ് ആക്കാം. അങ്ങനെയാണ് അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുന്നത്. ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഏത് സിസ്റ്റത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇത് തകരാറുണ്ടാക്കാം. ശരിക്കും ബ്ലഡ് ടെസ്റ്റിലൊന്നും അറിയാൻ പറ്റില്ല. ആക്ച്വലി തകരാറ് വരുമ്പോഴാണ് പ്രശ്നം അറിയുന്നത്. ഒരു പരിധി വരെ അങ്ങനെയാണ്. മോണ വഴിയാണ് വന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റാത്തതുകൊണ്ടാണ്, ചിന്തിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാവല്ലേ. എക്സാക്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അവയർനെസ് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡെൻ്റൽ അസോസിയേഷനിൽ നിന്നാണെങ്കിലും ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അവയർനെസ് വീഡിയോസും പോസ്റ്റേഴ്സും ഒക്കെ അസോസിയേഷൻ വഴി കേരള സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാവിധ ഒരു വിങ് തന്നെ ഞങ്ങൾ ഡെൻ്റൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിൽ നിന്ന് തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓരോ ബ്രാഞ്ചസും അതനുസരിച്ചുള്ള ഒത്തിരി അവയർനെസ് പ്രോഗ്രാം. ആസ് എ പ്രൊഫസർ, ഡോക്ടർ, കോളേജിലായാലും ഇപ്പോൾ ഒരു ടോപ്പിക്കായിട്ട് ഇത് തന്നെ പറയാറുണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ ഈ മെയിൻ സിലബസിൽ ഉണ്ടാവണമെന്നില്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ അതെ കൂടുതൽ കുട്ടികൾക്ക് അറിയാൻ വേണമല്ലോ. തീർച്ചയായും അവരാണല്ലോ നാളത്തേക്കുള്ള പുതിയ പേഷ്യൻസിനെ കാണുന്നവരാണല്ലോ. എക്സാക്ട്ലി. ഇത് തന്നെയാണ് ഞങ്ങളും സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കുക. ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലാതെ പല്ലിനെ ട്രീറ്റ് ചെയ്യരുത്. ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടതുണ്ടാവും. അവിടെയാണ് നമുക്ക് ചെറിയ സംശയങ്ങൾ വരുന്നത്. അതെ. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് വരുന്നത് ഒരു പല്ല് വേദന, പേഷ്യൻ്റ് നോക്കുമ്പോൾ പല്ലിൽ കേടുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ റൂട്ട് കനാൽ ചെയ്താൽ മതി എന്ന് പറയും. അതെ, നേരത്തെ ചോദിച്ചത്. അതെ, റൂട്ട് കനാൽ ചെയ്ത് നമ്മൾക്ക് ആസ് എ ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ നമ്മളാണ് അതിൻ്റെ കേസ് ഡയഗ്നോസ് ചെയ്യേണ്ടത്. അതെ. അപ്പോൾ റൂട്ട് കനാൽ ഏത് പല്ലിനും ചെയ്യാം. അതെ. പക്ഷേ റൂട്ട് കനാൽ ചെയ്താലും ഈ പല്ലിൻ്റെ പെഡോൺഷ്യം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പല്ല് ഇളകിപ്പോവും. നാളെ ആ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറയും, എന്തിനാണ് റൂട്ട് കനാൽ ചെയ്തെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇത് പ്രശ്നം അറിയില്ല. സോ ഫസ്റ്റ് ആ പേഷ്യൻ്റെ പെയിൻ മാനേജ്മെൻറ്റ് ആദ്യം ചെയ്യും. ആ പെയിൻ മാറാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രം ആദ്യം ചെയ്യുക. എന്നിട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഈ പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് ഹാർട്ട് ടിഷ്യൂവിൻ്റെ മാത്രമല്ല, സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഉണ്ട്. ആ സോഫ്റ്റ് ടിഷ്യൂവും ക്ലിയർ ചെയ്യാതെ ഹാർട്ട് ടിഷ്യൂ അവിടെ നിൽക്കില്ല. ഹാർട്ട് ടിഷ്യൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടൂത്ത് സ്ട്രക്ചർ, സോഫ്റ്റ് ടിഷ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് മോണയും ഭാഗങ്ങളും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ പറ്റി പറഞ്ഞു, അത് സ്ട്രോക്ക്, അതേപോലെ ടൊബാക്കോ കോസസ് ക്യാൻസർ എന്ന് പറയും, അതേപോലെ പുകവലി അർബുദത്തിന് കാരണമാകുമെന്ന് പറയും. നമ്മുടെ ഡെൻ്റൽ വഴി എന്ത് ക്യാൻസർ, ഓറൽ ക്യാൻസർ ആണല്ലോ കൂടുതൽ വരുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം കേസസ് കൂടുതൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് പറയാം? സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഓരോ വർഷവും ഓറൽ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. നമ്മുടെ സ്റ്റേറ്റിൽ ഫോർച്ചുനേറ്റ്ലി അത് കുറവാണ്. എങ്കിലും ഓറൽ ക്യാൻസേഴ്സ് വളരെയധികം കൂടി വരികയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം 2 തരത്തിലാണ് ടുബാക്കോ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആളുകളൊക്കെ. ഒന്ന് സ്മോക്കിംഗ് ടുബാക്കോവും 2 സ്മോക്ക്ലെസ് ടുബാക്കോയാണ്. ടു ബി ഫ്രാങ്ക്, ഈ സ്മോക്ക്ലെസ് ടുബാക്കോയുടെ ഫോംസാണ് ഏറ്റവും ഹാംഫുള്ളായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. സ്മോക്ക്ലെസ് ടുബാക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ടുബാക്കോനെ ഒരു പല ഫോംസിലാക്കി. ഫോർ എക്സാമ്പിൾ ഹാൻഡ്സ്, ഗുഡ്ക, അങ്ങനെ ചവയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നാക്കിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന രീതിയിലോ കവിളിൻ്റെ ഇടയ്ക്ക് പച്ചയായി ഇത് ഉദ്ദേശിച്ചത് പച്ചയായ രീതിയിലോ ഒക്കെ ചവച്ചരയ്ക്കുന്ന രീതിയിലോ, അതൊക്കെ ഇങ്ങനെ കെമിക്കൽസ് അടങ്ങിയ രീതിയിൽ വെക്കുന്ന ഒരു സിസ്റ്റം ഇന്ത്യയുടെ പല ഭാഗത്തും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹാബിറ്റാണ് ജനങ്ങളിൽ. അപ്പോൾ അത് ഡയറക്റ്റ് മ്യൂക്കോസയിലേക്ക്, ഞാൻ പറയുന്ന വായിക്കകത്തുള്ള സ്കിന്നിലേക്ക്, ആ സ്കിന്നിലേക്കാണ് ഇതിൻ്റെ എഫക്റ്റ് ചെല്ലുന്നത്. അവിടെ നമ്മുടെ മോണേനെയോ അല്ലെങ്കിൽ സ്കിന്നിനെ, നാക്കിനെയും ദ്രവിപ്പിച്ചുകൊണ്ട് അത് നെക്സ്റ്റ് ലെവൽ ഓഫ് ക്യാൻസറിലേക്കാണ് കയറുന്നത്. ഒരിക്കലും അതിനൊരു സിംറ്റംസ് മനസ്സിലാവില്ല പെട്ടെന്ന്. സിംറ്റംസ് വരുന്നത് ഓൾമോസ്റ്റ് ചില കണ്ടീഷൻസിലൊക്കെ നമുക്ക് നേരത്തെ തന്നെ, പക്ഷേ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കണ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിരിക്കണം. നമുക്ക് പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിനെ ആസച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. എവിടെയെങ്കിലും റെഡ് പാച്ചസ് ഉണ്ടാവും, അതുപോലെ വൈറ്റ് പാച്ചസ് ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എരിവിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ തോന്നാം, ചൂട് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് കരുതി നോർമലി നമ്മൾ ഇഗ്നോർ ചെയ്യും. അതെ. പല
ഭാഗങ്ങളിലുള്ളവർ, പല ഡെമോഗ്രാഫിക് ഏരിയാസിലുള്ളവർ, പല എഡ്യൂക്കേഷൻ സ്റ്റാറ്റസിലുള്ളവർ, പല സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസിലുള്ളവർ ആയിരിക്കും. അപ്പോൾ അല്ല, പെട്ടെന്ന് ചോദിച്ചതൊന്നും ഉപയോഗിക്കില്ലെന്നാലും പറയുള്ളൂ. തീർച്ചയായിട്ടും അവർ അവർ പറയില്ല. അവർ സമ്മതിക്കില്ലല്ലോ. സോ അതൊരു ഡെൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് ആ പാച്ചസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ബിനൈൻ കണ്ടീഷനാണോ, അതേ ഒരു മലിഗ്നൻ കണ്ടീഷൻസിലേക്ക് മാറി തുടങ്ങിയോ, ഒരു ക്യാൻസറസ് ആയി തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെൻറ്റിസ്റ്റിനെ അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഓക്കെ. പക്ഷേ പേഷ്യൻസ് അത് റെക്കഗ്നൈസ് ചെയ്ത് വരുമ്പോഴത്തേലും ഇത് ചിലപ്പോൾ ഒരു 4th സ്റ്റേജസിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ഈ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിഗരറ്റ് പാക്കറ്റ്സിലൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് ഫോട്ടോസ്, പിക്ചേഴ്സൊക്കെ അതൊക്കെ ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജ് ഓഫ് ഓറൽ ക്യാൻസേഴ്സ് ആണ് അതൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂസിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ പൊതുവെ ഈ ക്ലിനിക്സിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നേരെ ഇത് എത്ര രൂപയാവും എന്ന ഡയറക്റ്റ് ഒരു ചോദ്യങ്ങൾ കുറേ ഉണ്ട്. അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് എന്നെ പോലെയുള്ള കേരളത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡെന്റിസ്റ്റുമാരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്. അതെ. മേ ബി അത് ഫേസ് ചെയ്യാത്ത ഒരു ഡെന്റിസ്റ്റ് പോലും കേരളത്തിലുണ്ടാവില്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അവയർനെസ് കുറവിൻ്റെ ഒരു കാരണമാകാതെ. കാരണം ഇപ്പോൾ ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ, എപ്പോഴും പേഷ്യൻ്റ് വന്നിട്ട് ചോദിക്കും പല്ല് അടയ്ക്കുന്നതിന് എത്രയാണ്, പല്ല് ക്ലീൻ ചെയ്യുന്നതിന് എത്രയാണ്. നമ്മളൊരു ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതെ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ. അല്ല, ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ MRP ഉണ്ടാവും. MRP ഉണ്ടാവും. അതെ. അതിനകത്ത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്രയാണ് എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഹെയർ കട്ടിങ് പല സലൂണിലും പല രീതിയിലും പല ഇതിലായിരിക്കാം. അതെ. അതായത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും യൂസ് ചെയ്യണ മെറ്റീരിയൽസിൻ്റെ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്കൊരു പേഷ്യൻ്റ് ഇത് ചോദിക്കുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അത് നമ്മുടെ അതൊരു എക്സാമ്പിൾ ചെയ്യുന്ന ഡോക്ടർ ഒന്ന് പറഞ്ഞേ. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലീനിങ്ങിന് എത്രയാണെന്ന് ചോദിക്കുന്ന പേഷ്യൻ്റ് ഉണ്ടാവും. അതെ. ചിലപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ അദ്ദേഹം എത്തുമ്പോൾ ഏകദേശം ഒരു 8 ക്ലിനിക്ക് അദ്ദേഹം ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരാറുണ്ട് പല ക്ലിനിക്കുകളിലൊക്കെ ചോദിച്ചിട്ട് ഇനി അടുത്ത ക്ലിനിക്കിൽ എത്രയാണെന്നൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു 500 മുതൽ 1500 വരെ അദ്ദേഹത്തിന് റേറ്റുകൾ കിട്ടിയിട്ടുണ്ടാവാം. നോർമൽ ക്ലീനിങ്ങിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ താങ്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് താങ്കളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ ഇത്ര രൂപയാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും സാധിക്കില്ല. അതിന് എന്നോട് ക്ഷമിക്കണം. അതെ. കാരണം താങ്കളെ എൻ്റെ ചെയറിൽ ഇരുത്തി താങ്കളെ നോക്കി പരിശോധിച്ച് താങ്കളുടെ പല്ലിൻ്റെ അവസ്ഥ എന്താണെന്നും മോണയുടെ അവസ്ഥ എന്തായാലും എത്രമാത്രം ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നും ഒക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചാർജ് പറയാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തുറന്ന് നോക്കിയിട്ട് ഡോക്ടറെ ബൈപ്പാസിന് എത്രയാവും എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ബൈപ്പാസ് എല്ലാം ഒന്നല്ല അങ്ങനെയാണ്. അതെ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അത് അതിൻ്റേതായ ഡയഗ്നോസിസും കാര്യങ്ങളും പേഷ്യൻറ്റിന്, ഞങ്ങളെ സംബന്ധിച്ച് പേഷ്യൻ്റ് കയറി വരുന്ന ആ വ്യക്തിയാണ്. അവരെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഞാനൊരു ക്ലിനിക്കിൽ പോയി അന്വേഷിച്ചല്ലോ, അതെ, അപ്പം എനിക്ക് എന്തായാലും അതിൻ്റെ പ്രൈസ് കിട്ടി, ഇനി എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും എന്നാണ് അതൊരു കുറച്ച് കിട്ടുമോ. അപ്പോൾ അതൊരു കോമൺ മലയാളികളുടെ മെൻറ്റാലിറ്റിയാണ് അല്ലേ? മലയാളി എന്നേ പറയുന്നതല്ല, അല്ല പൊതുവേ. പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലിനിക്കിൻ്റെ ഡോറ് കഴിഞ്ഞ് കയറി വരുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ പേഷ്യൻ്റ്. അതെ. എന്നെ സംബന്ധിച്ച് ക്ലിനിക്കിൽ നിന്ന് ഒരാളകത്തിട്ട് കയറുമ്പോൾ 32 പേരാണ് എൻ്റെ പേഷ്യൻസ്. അത് ഡെൻറ്റിസ്റ്റിന് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. ശരിയാണ് കേട്ടോ. ഒരു കാർഡിയോളജിസ്റ്റിന് ഒറ്റ ഹൃദയമുള്ളൂ. അതെ. ആ ഒരു ഹൃദയമാണ് ഒരാൾ കയറി വന്നാലേ അയാൾക്കൊരു ഹൃദയം ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കളാണ് അല്ലേ എൻ്റെ പേര്. അതെ, ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരാൾ നമ്മുടെ ക്ലിനിക്കിനകത്തായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അത് ഒരാളല്ല, 32 പേരാണ്. നമ്മൾ ആ 32 പേരെയാണ് നോക്കുന്നത്. അതെ. 32 പേരും 32 സ്വഭാവക്കാരാണ്. തീർച്ചയായും അവിടെയാണ് വ്യത്യാസം. ഒരാളുടെ വായിലെ പല്ലാണ്,
അതെ. പക്ഷേ ഈ 32 പേര് 32 സ്വഭാവക്കാർ. 32 രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഈ 32 പേരെ 32 രീതിയിലുമായിരിക്കണം ട്രീറ്റ് ചെയ്യുന്നത്. അതെ അപ്പോൾ എങ്ങനെയാണ് താങ്കളെ കണ്ടുകൊണ്ട് അതെ താങ്കളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ താങ്കളുടെ പല്ല് അടയ്ക്കാൻ ഇത്ര രൂപയാവും എന്ന് ഞാൻ പ്രീ ആയിട്ട് പറയുന്നത്? അത് സാധിക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഫിക്സഡ് രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും കസ്റ്റമൈസ്ഡാണ്. ഒരാളുടെ പല്ല് അടയ്ക്കുന്ന മെറ്റീരിയൽ വേറെ, പല്ല് അടയ്ക്കാൻ തന്നെ പല മെറ്റീരിയൽസ് ഇല്ലേ, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതെ GAC, കോമ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന പല മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയലായിരിക്കും സ്യൂട്ടബിൾ. ഓരോ പല്ലിനും ഓരോ മെറ്റീരിയലായിരിക്കും സ്യൂട്ടബിൾ. ഓരോ പല്ലിൻ്റെ ഒരു പല്ലിൽ തന്നെ ഈ 2 മെറ്റീരിയലും യൂസ് ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവാം മിക്സ് ചെയ്തിട്ട്. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് പേഷ്യൻറ്റിനെ കാണാണ്ട് പല്ലടക്കുന്നതിൻ്റെ റേറ്റ് പറയുക? ശരിയാണ്. അപ്പോൾ അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഒരു റേറ്റ് അല്ല, താങ്കളുടെ പല്ല് കാണിക്കാൻ താങ്കൾ റെഡിയാകൂ. ഞങ്ങളുടെ അടുത്ത് വന്ന് താങ്കളുടെ പല്ല് കാണിക്കൂ, ഈ പല്ല് ട്രീറ്റ് ചെയ്യാൻ എത്ര രൂപയാവും, അല്ലെങ്കിൽ ഈ എന്നെ ട്രീറ്റ് ചെയ്യാൻ, എൻ്റെ പല്ലുകൾ ട്രീറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്ന് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പേഷ്യൻറ്റിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് അറിയാൻ, അവരുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അറിയാനുള്ള അവകാശം പേഷ്യൻറ്റിന് നിർബന്ധമായിട്ടുമുണ്ട്. നമ്മൾ ആ പേഷ്യൻറ്റിനെ നോക്കിയതിന് ശേഷം ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ചോദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഷ്യൻ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമല്ലോ. ഏത് ഡോക്ടറെ ആയാലും ഡെൻറ്റിസ്റ്റിനെ ആയാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അവരുടെ രോഗം എന്താണെന്നും ആ രോഗത്തിന് എന്ത് തരം ചികിത്സയാണ് വേണ്ടതെന്നും പറയാൻ പറ്റുള്ളൂ. ആ ചികിത്സ എന്താണെന്ന് പറഞ്ഞാലല്ലേ ആ ചികിത്സയുടെ കോസ്റ്റ് ഒരു ഡോക്ടർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വലിയ ഫാക്ടറായിട്ട് എല്ലാവരും ഒന്ന് ഇത് കേൾക്കുന്നതോടെ ഈ ചോദ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരട്ടെ. എനിക്ക് പറയുന്നത് എത്ര പറയാൻ പറ്റുള്ളൂ, കുറഞ്ഞു വരുമായിരിക്കും. തീർച്ചയായും പറയട്ടെ. നമുക്ക് ആഗ്രഹം അതെ അതെ അങ്ങനെ ആശ്വസിക്കുക. ഡോക്ടർ, നമ്മൾ ഈ FPD RPD അതുപോലെ ഇംപ്ലാന്റിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് ഇതിൻ്റെ തന്നെ കൂടെ വരുന്നതാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. അതൊരു ന്യൂ ടെക്നിക്കാണ്, അല്ലെങ്കിൽ അത്യാവശ്യം പ്രചാരത്തിൽ വരുന്നൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. യെസ്, പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് ഒരു ന്യൂ ടെക്നിക്ക് അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നതായിട്ട് കൂടുതൽ കാണുന്ന ഒരു ടെക്നിക്കാണ്. എപ്പോഴാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് പേഷ്യൻറ്റിന് ലഭിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം സംസാരിച്ചൊരു കാര്യത്തെപ്പറ്റി ഞാൻ ഒന്നുകൂടെ പറയാം. പറയൂ. നമ്മൾ FPD പറഞ്ഞു, ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻചർ. ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻചർ നമ്മൾ ചെയ്യുന്നത് ഒരു പല്ല് റീപ്ലേസ് ചെയ്യുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കരയുണ്ടെങ്കിലാണ് നമുക്ക് പാലം പണിയാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. ആ കരയുണ്ടെങ്കിലാണ് പാലത്തിനൊരു എൻഡുള്ളൂ. അതെ. അപ്പോൾ കരയില്ലെങ്കിൽ എന്ത് ചെയ്യും? പാലം പണിയാൻ സാധിക്കില്ല. അതെ. ഒരു സ്ഥലത്തെ കരയുള്ളൂ, മറ്റേ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കയറി വന്നത്. ഓക്കെ ഈ 2 തരത്തിലാണ് പല്ലുകൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് നമ്മൾ സംസാരിച്ച റിമൂവബിൾ, ഒന്ന് ഫിക്സ്ഡ്. ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ളൊരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഇത് 2 കഴിഞ്ഞിട്ടുള്ളൊരു ടെക്നിക്ക് എന്നും പറയാം. ഇതൊരു സെമി ഫിക്സഡ് ടെക്നിക്കാണ്. മനസ്സിലാവും, ഒരു സെമി ഫിക്സഡ്. അപ്പോൾ എടുക്കുകയും ചെയ്യാം, വെക്കുകയും ചെയ്യാം. അതെ, ഇതിൻ്റെ ഒരു ഭാഗം ഫിക്സ്ഡ് ആയിരിക്കും, ഓക്കെ, മറ്റൊരു ഭാഗം പേഷ്യൻറ്റിന് വേണമെന്ന് വിചാരിച്ചാൽ എടുക്കാം. നമ്മൾ സാധാരണ RPD പോലെ വായിലിരുന്ന് അനങ്ങില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജും കംഫോർട്ടും എല്ലാം ഒരു ഫിക്സഡിൻ്റെ തന്നെയാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും ബെനിഫിറ്റും പേഷ്യൻറ്റിന് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇതൊരു സെമി ഫിക്സ്ഡുമാണ്. ഇനി ഇത് ഏതൊരു കണ്ടീഷനിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ബാക്കിലേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാലം പണിയാൻ കരയില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പല്ലില്ല, അതിൻ്റെ ഫ്രണ്ട് വരെ പല്ലുകളുള്ളൂ, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പല്ലുകൾ ബ്രേക്ക് ആവുന്നു. അപ്പോൾ ആ കണ്ടീഷനിൽ FPD എന്നൊരു ഓപ്ഷൻ പറ്റില്ലാത്ത പേഷ്യൻ്റാണ്. അതായത് ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻചർ അവിടെ പറ്റില്ല. പിന്നെ ഓപ്ഷൻ ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റിൻ്റെ കോസ്റ്റും അല്ലെങ്കിൽ ഇംപ്ലാന്റ് ക്രൈറ്റീരിയ എനിക്ക് പേടി. ഇംപ്ലാന്റ് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒത്തിരി പേടിയുണ്ട്, പേഷ്യൻസിന് ഒരുപാട് പേടിയുണ്ട്. കാരണം അയ്യോ ഇംപ്ലാന്റ് ഞങ്ങളുടെ എല്ലിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റും അല്ലേ, അങ്ങനെ ഒത്തിരി ഭയങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാർ. പക്ഷേ ഒരു പല്ലെടുക്കുന്ന പോലെ തന്നെ സിമ്പിളാണ് ഈ ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ നമ്മളൊരു പല്ലെടുക്കാൻ വേണ്ടി ആ ഒരു ലോക്കൽ ഏരിയ മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന പോലെ ഒരു പ്രൊസീജിയറാണ് അതിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നത്. അത് പേടിയൊക്കെ മാറി വരുന്നുണ്ട്, ജനങ്ങൾ കൂടുതൽ അവെയറായി വരുന്നുണ്ട്. ആൾക്കാർ ഇംപ്ലാന്റ് ചെയ്തവർ സ്വാഭാവികമായിട്ട് പറഞ്ഞു വരുത്തുന്നതാണോ? അങ്ങനെയല്ല സത്യത്തിൽ ശരിക്കും സംഭവിക്കുന്നത്. ഇത് ചെയ്യാത്തവർ പറയുന്നതാണ്. ചെയ്ത് അനുഭവമുള്ളവർ അതൊരു പക്ഷേ പറഞ്ഞെന്ന് വരില്ല.
ഇത് കേട്ടുകേൾവിയിൽ നിന്നും അറിഞ്ഞിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പരന്നു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാം. ഞാനൊരു മറ്റൊരു കാര്യങ്ങൾ കൂടി പറയാം. മൂന്നാമത്തെ അണപ്പല്ല് അല്ലെങ്കിൽ മുകളിലത്തെ അണപ്പല്ല് പറിച്ച് കളയണ്ട. അത് അതായത് ദ്രവിച്ച് നിൽക്കുന്ന പല്ലാണെങ്കിൽ പോലും പറിച്ച് കളയണ്ട. പറിച്ച് കളഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോവും. പോവോ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മൂക്കിൻ്റെ മണം പോവും അതെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആളുകൾ പണ്ട് കേട്ടിരിക്കുന്ന കഥകളാണത്. അതൊന്നും സയൻസ് അല്ല. അതെ ഓക്കെ, ദ്രവിച്ച് നിൽക്കുന്ന ഒരു പല്ലാണെങ്കിൽ എടുക്കുക തന്നെ വേണം. ഇപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾ തന്നെ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പല്ല് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ്. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ നേരെ തെറ്റിയ പല്ലുകളെ കറക്റ്റ് ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതെ. ഇതിന് ചില സമയത്ത് നമുക്ക് പല്ലുകൾ എടുക്കേണ്ടതായി വരും. 4 പല്ലുകൾ അല്ലെങ്കിൽ 2 പല്ലോ എത്രയാണോ പല്ലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് വരും. അപ്പോൾ ഈ എടുക്കേണ്ട ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇപ്പോഴും പേടിയാണ്. മുകളിലത്തെ ആ പല്ല് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ബ്രെയിനിന് ഇഷ്യൂസ് ഉണ്ടാവാം, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചകൾക്ക് പ്രശ്നമുണ്ടാവാമോ, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, സോ അത് അവരുടെ അവയർനെസ്സിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊന്നും അതല്ല സംഭവിക്കുന്നത്. അത് ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ആണ്. ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതെ ഒരു പ്രാക്ടീഷണർ ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ശരിയാണ് അല്ലേ? ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വരുന്നവരാണ് എല്ലാവരും. അപ്പോൾ ആ സയൻറ്റിഫിക് എവിഡൻസ് ആണത്. അങ്ങനെയാണ് ചെയ്യുക. ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. നമ്മൾ പറഞ്ഞു വന്നത് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. സോ ഇംപ്ലാന്റ് പേടിപ്പെടുത്തുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പോയത്. ഓക്കെ, സോ അതൊരു ഫാക്ടറാണ്. ചിലർക്ക് ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഭയമുണ്ടാവാം. കോസ്റ്റ് ഒരു ഫാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൈറ്റീരിയ, ഈ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യാനും ചെയ്യാതെയും ഇംപ്ലാന്റ് ഇടാം. ഡയബറ്റിക് പല കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നെക്സ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രൊസീജിയറാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടം വരെയാണോ നമുക്ക് പല്ലുകളുള്ളത് ആ പല്ലുകൾ ഹെൽത്തി ആണെങ്കിൽ ആ പല്ലുകളുടെ സപ്പോർട്ടുകൾ എടുത്തിട്ട് എത്ര പല്ലുകൾ പുറകിലേക്ക് പോയിട്ടുണ്ടോ അത്രയും പല്ലുകൾ നമുക്ക് പുറകിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വായിൽ നിൽക്കുന്ന ടൂത്തുകൾ ഒരു ഫിക്സഡ് പോർഷനായിട്ട് യൂസ് ചെയ്യും. ആ ഫിക്സഡ് പോർഷനിൽ നിന്നാണ് ഒരു അറ്റാച്ച്മെൻറ്റ് പുറകിലേക്ക് പോയിട്ട് അവിടെ ഒരു സെമി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കിലോടുകൂടി ടൂത്ത് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. ശരിക്കും ഇത് പുറകിലത്തെ പല്ല് നഷ്ടമായവർക്കാണോ കൂടുതൽ വരുന്ന കേസസ്? ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏറ്റവും ബാക്കിലേക്ക് പല്ലില്ലെങ്കിൽ ഉള്ള രീതിയിലാണ്. എങ്കിൽ പോലും നമുക്ക് പല ഭാഗങ്ങളിലും ഇത് യൂസ് ചെയ്യാം. നമുക്ക് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ പോലെ FPD യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാഡ്രൻറ്റിലേക്ക് പല്ലുകൾ ഇച്ചിരി കംപ്ലൈൻ്റ് ആണ്, ഇപ്പുറത്തെ സൈഡിലെ പല്ലുകൾ നല്ലതാണ്. അപ്പോൾ എന്ത് പറ്റും, നമുക്കൊരു ബ്രിഡ്ജ് കൊടുക്കാൻ പറ്റില്ല ശരി ഇപ്പുറത്തെ സൈഡിലേക്ക്. അവിടെയും നമുക്ക് ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റൊക്കെ ഒരു സെമി ഫിക്സഡ് കാറ്റഗറിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ബ്രിഡ്ജ് പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് കൂടുതൽ ഇത്. അതെ, തീർച്ചയായിട്ടും. ഒരു FPD ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്നൊരു ട്രീറ്റ്മെൻറ്റ് സാധിക്കാത്ത പേഷ്യൻസിനും ഇംപ്ലാന്റ് ചെയ്യാൻ പോസിബിൾ അല്ലാത്ത പേഷ്യൻസിനും വളരെ കംഫർട്ടബിളായിട്ട് സ്വീകരിക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. ഡോക്ടർ, ഇത്രയും ഗുണകരമായൊരു ടെക്നിക്ക് ആയതുകൊണ്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ കൂടുതൽ കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ അതിൻ്റെ ഒരു മോഡൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇതൊരു പേഷ്യൻ്റ് മൗത്തിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഈ മോഡൽ ഈ ഒരു ഭാഗം കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതിപ്പോൾ എല്ലാ പല്ലും ഓൾറെഡി ഇവിടം തൊട്ട് ഈ അറ്റം വരെ എല്ലാ പല്ലുകളും ഉണ്ട്. അത് ഫിക്സ്ഡ് ആയിട്ട് അല്ലേ? അതെ, ആക്ച്വലി ഇതാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു 2 ഫേസസ് ആണ്, 2 പാർട്സ് ആണ്. ഓക്കെ, ഇതിൽ ഒരു പാർട്ട് റിമൂവബിൾ ആണ്. ഓക്കെ, ഇതിപ്പോൾ റിമൂവ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഫിക്സ്ഡ് ആയിരുന്നു. ഓക്കെ, ഇതെങ്ങനത്തെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഇത് ബാക്കിലേക്ക് ഈ പേഷ്യൻറ്റിന് പല്ലില്ല. ഈ സൈഡിൽ എല്ലാ പല്ലുകളും ഉണ്ട് അല്ലേ? ഈ പേഷ്യൻറ്റിന് ഈ പല്ലുകൾ കഴിഞ്ഞാൽ പല്ലുകളില്ല. അത് മോളാർസ് ഇല്ല, പ്രീ മോളാർസ് വരെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേഷ്യൻറ്റിന് 2 പല്ലുകളാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള 2 പല്ലുകൾ ഹെൽത്തി ആണെങ്കിൽ
അത് സ്ട്രെങ്ത് വൈസ് ഹെൽത്തി ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പെരിഡോൺഷ്യം ഇഷ്യൂസ് ഉണ്ടാവരുത്, അതെ. പെരിഡോണ്ടൽ ഇഷ്യൂസ് ഉണ്ടാവരുത്. ഇതെല്ലാം ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ആ ടൂത്തിൻ്റെ 2 ടൂത്തിൻ്റെ സപ്പോർട്ട് എടുത്തു. ശരിക്കും 2 ടൂത്ത് ആവശ്യമാണ്. 2 ടൂത്ത് ആവശ്യമാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്കിലത്തെ ടൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ച്യൂയിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗമാണ് ബാക്കിലത്തെ പല്ലുകൾ. അതെ. അപ്പോൾ എന്താണ് അതിലേക്ക് കൂടുതൽ ഫോഴ്സ് ചെല്ലുന്നതാണ്. അപ്പോൾ ആ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് എടുക്കുന്ന പല്ലുകൾക്കും അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. കാരണം 2 മോളാർ വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2ഓ 3ഓ പല്ലുകൾ ഫ്രണ്ടിലേക്ക് നമ്മൾ എടുത്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാൻറ്റിലിവർ പോലെ ഇത് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്ത് പറ്റും, ഈ ലോഡ് ഇതിലേക്ക് ഒരു പല്ലിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ചെയ്യില്ല. അതെ. അപ്പോൾ എന്താ കുറച്ച് കഴിയുമ്പോൾ അത് ആ പല്ലിനും ആ പല്ലിന് പ്രശ്നമാണ്, നമ്മുടെ നാച്ചുറൽ ടൂത്തിനും പ്രശ്നമാവുകയും അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, സോ ഇവിടെ 2 പല്ലുകൾ റീപ്ലേസ് ചെയ്യുന്നൊരു മോഡലാണിത്. നമ്മൾ ഫ്രണ്ടിലത്തെ 2 പല്ലിൻ്റെ സപ്പോർട്ട് എടുക്കുകയും ആ 2 പല്ലിലേക്ക് ക്രൗൺ കൊടുത്തിരിക്കുന്നതായി കാണുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ 2 പല്ലിലേക്ക് 2 ക്രൗൺ ഇട്ടേക്കുന്നു. ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടെക്നിക്ക് ഇത്രയും സെൻസിറ്റീവാണ്. ആക്ച്വലി ഭയങ്കര ടെക്നിക്ക് സെൻസിറ്റീവായിട്ടൊരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ്. ഈ ക്രൗൺസ് ഫിക്സഡ് പാർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാച്ചുറൽ ടൂത്ത് ഉണ്ട്. അതെ. ഈ നാച്ചുറൽ ടൂത്തിലേക്ക് നമ്മൾ ഈ 2 ക്രൗണുകൾ ഫിക്സ് ചെയ്തിരിക്കുക. ഇനിയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ ഈ ക്രൗണിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. ഓ. ഈ എക്സ്റ്റൻഷൻ റെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മോണയിലേക്കാണ്. ഓക്കെ. ബാക്കിൽ പല്ല് പോയ ഭാഗത്തെ മോണയിലേക്കും എല്ലിലേക്കുമാണ് ഈ എക്സ്റ്റൻഷൻ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇത് എത്ര നാൾ വേണം നമുക്ക് ചെയ്യാനായിട്ട്? പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് ഒരു 2 വീക്സ് ടൈം. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ ഒരു 2 വീക്സ് ടൈമിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊരു ഒരു ഇൻ്റർവെൽസ് വെച്ചിട്ട് അതിൻ്റെ ഒരു 3-4 ടൈംസ് മെഷർമെൻറ്റ്സ് വേണ്ടി വരും. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ് 3 പ്രാവശ്യം 4 പ്രാവശ്യം അതിൻ്റെ ഒരു ട്രയൽ പിന്നെ ഡെലിവറി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഫിക്സഡ് പാർട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാർട്ടാണ് ഈ സെമി ഫിക്സ്ഡ് എന്ന് പറയുന്ന പാർട്ട്. ഈ സെമി ഫിക്സഡ് പാർട്ടിൻ്റെ പുറമെ നമ്മൾ കാണുന്ന പോലെ 2 പല്ലുകളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനകത്തൊരു യൂണിറ്റ് ഉണ്ട്. അതെ. അതെ. ആ യൂണിറ്റിനെ നമ്മൾ ഫീമെയിൽ പാർട്ട് എന്ന് പറയും. ഫീമെയിൽ പാർട്ട്. ഓക്കെ, ഇതിനകത്തുള്ളതിന് മെയിൽ പാർട്ട് എന്ന് പറയും. ഇതൊരു ലോക്കാണ്. ഈ ഫീമെയിൽ പാർട്ടിനെ ഇതിലേക്ക് നമ്മൾ ലോക്ക് ചെയ്യുവാണ്. ഓക്കെ. പിന്നെ ഇത് അനങ്ങൂല. നമ്മൾ ചവയ്ക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ വർത്താനം പറയുമ്പോഴോ ഒന്നും ഈ പാർട്ട് അനങ്ങൂല. ഇത് ഫിക്സ്ഡിൻ്റെ അഡ്വാൻറ്റേജും ബെനിഫിറ്റുമാണ് പേഷ്യൻ്റ് അനുഭവിക്കുന്നത്. യെസ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒക്കെ കൂടുമ്പോൾ ഇത് പേഷ്യൻറ്റിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. സാധാരണ നാക്കുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഊരിപ്പോരില്ല, ചുമ്മാ ഇങ്ങനെ വലിച്ചാൽ ഊരിപ്പോരില്ല. ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഈ പർട്ടിക്കുലർ പാർട്ടിലേക്ക് പിടിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ഈ ലോക്ക് ഊരി വരുള്ളൂ. അതൊരു ബുഷിലാണ് നിൽക്കുന്നതല്ലേ? അതെ, ഇതിൻ്റെ അകത്ത് ഒരു റിങ് ഉണ്ട്. ഓക്കെ. ഒരു റിങ്ങും ആ റിങ്ങിലേക്ക് ഒരു ബുഷും ഉണ്ട്. ആ ബുഷിൻ്റെ സപ്പോർട്ടിലാണ് ഇത് ഫിക്സ്ഡ് ആവുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഊരുകയാണെങ്കിൽ തിരികെ ബുഷ് ലൂസ് ആവും. എന്താണ് അപ്പം? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊരണമെന്നില്ല. ഇതിനൊരു 1 വീക്കിൽ ഒരിക്കൽ നമ്മളൊന്ന് ഊരി അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്ത് തിരിച്ചു വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഇത് കംഫർട്ടബിളായിട്ട് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരുന്നോളൂ, പ്രശ്നങ്ങളില്ല. പിന്നെ ഒത്തിരി എപ്പോഴും ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് അറ്റാച്ച്മെൻറ്റ് പാർട്ടിലേക്കും അതിൻ്റെ ബോണ്ടിങ് ലോസ് ആവാനും അത് വിട്ടുപോരാനുള്ള ചാൻസസ് ഉണ്ട്. ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പല്ലില്ല എന്ന് തോന്നാത്തയോ അല്ലെങ്കിൽ റിമൂവബിളുടെ ഡിസഡ്വാൻറ്റേജിനെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് പേഷ്യൻ്റ് വളരെ കംഫർട്ടബിളായിട്ട് ഒരു നാച്ചുറൽ ടൂത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചവയ്ക്കാൻ പറ്റുന്ന, ശരിക്കും നമ്മുടെ വായിൽ എല്ലാ പല്ലുള്ള പോലെ എല്ലാ പല്ലുകളുള്ള പോലെ തന്നെ എല്ലാ പല്ലുകളുണ്ട്. ഒരു പ്രാവശ്യം ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിൽ വന്നു. ആ പേഷ്യൻറ്റിന് മുമ്പിലുള്ള ഈ കനൈൻ ടു കനൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ബാക്കിലേക്ക് പല്ലുകളില്ല. അവരുടെ സിസ്റ്റമിക് ഇഷ്യൂസ് വെച്ചിട്ട് അവർക്ക് ഇംപ്ലാന്റ്സ് ചെയ്യാനും സാധിക്കില്ല. ഓക്കെ. അപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തതും പ്രിസിഷൻ അറ്റാച്ച്മെൻ്റ് ആണ്. അത് കാസ്റ്റ് ഭാഷയിൽ ഇതിൻ്റെ അകത്തേക്കൊരു പ്ലേറ്റ് വരും. അങ്ങനെ 2ലേക്കും ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യും. ശരിക്കും ആ പല്ലിന് അത്ര സ്ട്രെങ്ത് കുറവായതുകൊണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ അപ്പോൾ എന്താ ചെയ്യുക, കനൈൻ ടു കനൈൻ ക്രൗൺസ് കൊടുത്ത് ആ ക്രൗൺസിൻ്റെ സപ്പോർട്ടിലേക്ക് 2 സ്ഥലത്തേക്കും പ്രിസിഷൻ പോവും. പ്രിസിഷനിലേക്ക് കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ ആഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്തേക്കടെ ഇങ്ങനെ ഒരു
ഇത് പോയിട്ടുണ്ടാവും, ഇങ്ങനെ പോയിട്ടുണ്ടാവും വളരെ. അപ്പോൾ അത്രയും സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയാണ് പേഷ്യൻ്റ് കിട്ടുന്നത്. പേഷ്യൻ്റ് വാസ് റിയലി സോ ഹാപ്പി. കാരണം അവരുടെ വായിൽ പല്ലില്ലായിരുന്നു, അവർക്ക് പുറകിലേക്ക് ചവയ്ക്കാൻ സാധിക്കുന്നുണ്ടായില്ല. അവർ നേരത്തെ ഇതുപോലെ റിമൂവബിൾ RPDs വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകളനുസരിച്ച് ഈ RPD ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് അടുത്തുള്ള പല്ലുകൾക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കും. അത് ഇളകുന്നതനുസരിച്ച് മറ്റ് പല്ലുകളിലേക്ക് ക്ഷയം സംഭവിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്ന പേഷ്യൻ്റായിരുന്നു. അവർ വളരെ കംഫർട്ടബിളായിട്ടാണ് ഇപ്പോൾ അവരെ ഭക്ഷണം കഴിക്കുന്നതും അവർ പുറത്ത് പ്രസൻറ്റ് ചെയ്യുന്നതും എല്ലാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. ഇതിൻ്റെ ഡയബറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ലല്ലോ ഹെൽത്ത്? അല്ല, ഹെൽത്ത് ഫാക്ടേഴ്സ്, സിസ്റ്റമിക് ഫാക്ടേഴ്സ് ഇത് കാരണം വരില്ല. പക്ഷേ ഏതൊരു സിസ്റ്റമിക് ഫാക്ടേഴ്സ്, ഈ പറഞ്ഞ ഡയബറ്റിക്സിനും ഇഷ്യൂസിനും ഒക്കെ നമുക്ക് ഈ ബോൺ റിസഷൻ ഉണ്ടാവാം. നമ്മുടെ വായിലെ ബോൺ റിസഷൻസ് ഉണ്ടാവാം. ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഇതൊന്ന് റീലൈൻ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഈ ഒരു പാർട്ട് മാത്രം മാറ്റി ഇതിനെ ഒന്ന് റീലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള ബോണ്ട് ലെവലിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരികയും ഫിക്സിങ് പെർഫെക്റ്റ് ആക്കാനും സാധിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെമി ഫിക്സഡ് ടെക്നിക്കാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്. കൂടുതൽ കേസും ഇങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൈറ്റീരിയാസ് ഒരു ഇംപ്ലാന്റ് ചെയ്യാനും FPDs ചെയ്യാനും പറ്റാത്ത കേസസ് തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ RPD കേസസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണ്ടേ? ചിലർക്ക് അറിയില്ലല്ലോ എന്താണെന്ന്. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. അതിനൊരു സെമി ഫിക്സഡ് എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് യൂസ് ചെയ്യാമെങ്കിൽ അതിൻ്റെ കംഫർട്ട് ഡിഫറെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഒത്തിരി പേര് ഇപ്പോൾ ഇതിലേക്ക് മാറുന്നുണ്ട്, പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റിലേക്ക് മാറുന്നുണ്ട്. ശരിക്കും ഫുൾ പ്രോസസ്സ് എത്ര ദിവസം വേണം നമുക്ക് ചെയ്യാനായിട്ട്? നമുക്ക് ഏകദേശം ഒരു 2 വീക്സ്. ഒരു നേരം ഇപ്പോൾ 2 അണപ്പല്ലാണെങ്കിൽ ലാസ്റ്റത്തെ അതിന് 2 വീക്സ് മതിയോ? അതെ, പല്ല് എടുത്തു കഴിഞ്ഞാൽ പല്ലിൻ്റെ മോണം മുഴുവൻ ഉണങ്ങണം. അതാണ് മെയിൻ. പല്ല് മോണം മുഴുവൻ ഉണങ്ങാൻ ഏകദേശം 1 മാസം നന്നായിട്ട് എടുക്കും. കംപ്ലീറ്റ് മോണം ഉണങ്ങി അതിനുശേഷം മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും മോണയ്ക്ക് ചുരുങ്ങലുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ലൂസാവും. അതുകൊണ്ട് മോണയുടെ ഹീലിംഗ് ടൈം കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയറിന് നമുക്ക് ഹാർഡ്ലി 10 to 12 ഡേയ്സിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഹീലിങ്ങിനാണ് ടൈം തരുന്നത്. റിസൾട്ടും അതിനാണ് ശരിക്കും ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ധൃതി പിടിച്ച് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ പല്ലെടുത്ത സോക്കറ്റും ആ മോണയൊക്കെ ഉണങ്ങണ അനുസരിച്ച് കുറച്ചായിട്ട് പല്ലൊന്നും മോണയൊന്നും ഇരിക്കും. ഓക്കെ. ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ എടുത്ത അളവിലാണെങ്കിൽ അളവിനേക്കാളും എല്ല് കുറച്ച് ഡൗൺ ആവും. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് പ്രിസിഷൻ അറ്റാച്ച്മെൻ്റ് എന്ന് തന്നെ. വളരെ പ്രിസൈസ് ആയിരിക്കണം. നമ്മൾ വെറുതെ ധൃതി പിടിച്ച് ചെയ്ത് റിസൾട്ട് കിട്ടില്ല. അത് തന്നെ നെഗറ്റീവ് എഫക്ട്സും വരും. ഓക്കെ. കംഫർട്ടബിൾ ആയിരിക്കില്ല, ഇരിക്കില്ല, സീറ്റിംഗ് വരില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ഇപ്പോൾ ഡെൻറ്റിസ്ട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻറ്റിസ്ട്രിയിലെ പ്രോട്ടോകോൾസ് പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാതെ ഇമീഡിയറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടോ പെട്ടെന്നുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് തിരിച്ചു വരും. അപ്പോൾ യു ഹാവ് ടു ടേക്ക് യുവർ ടൈം, കൺവിൻസ് യുവർ പേഷ്യൻറ്റ്, അവരെ എക്സ്പ്ലെയിൻ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി വൈസ് ഡെലിവറി ചെയ്യുക. അതാണ് എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ഡോക്ടറെ സംബന്ധിച്ച് ഫസ്റ്റ് സിറ്റിങ്ങിലുള്ള അഡ്വൈസ് കൊടുത്ത് 1-2 സിറ്റിംഗ് കഴിയുമ്പോഴായിരിക്കുമല്ലോ ഫൈനലോട്ട് വരിക. അതെ, നേരെ ട്രീറ്റ്മെൻറ്റോട് ചിലർ ഫസ്റ്റ് ആദ്യമേ കാണുമ്പോൾ തന്നെ നേരെ ഇങ്ങനെ ചെയ്യാം. അതെ, അങ്ങനെ അല്ലാത്ത രീതിയിലല്ലേ ഡോക്ടർ പേഷ്യൻ്റെ ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രീറ്റ്മെൻറ്റിൽ ഏത് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റ് ചൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വിഷയമാണ്, പേഷ്യൻ്റെ വിഷൻ വില്ലാണ്. സോ ദേ വിൽ കം ബാക്ക് ടു അസ്, ഞാൻ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത്രയാണ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാലം കിട്ടും എന്ന് അവരോട് കാരണം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വരുന്ന പേഷ്യൻറ്റിന് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കും. ദേ ആർ ഡിസൈഡിങ് ദെയർ ട്രീറ്റ്മെൻറ്റ്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഏത് വേണമെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. ഡോക്ടർ, നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ഡോക്ടർ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടാവുന്ന രീതിയിലുള്ള ഒരു
ഒരു ഡിസൈനാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം പേഷ്യൻസിന് വളരെ ഈസി ആയിട്ട് ഒരു ഡോക്ടറെ ലൊക്കേറ്റ് ചെയ്യാനും ക്ലിനിക്ക് ലൊക്കേറ്റ് ചെയ്യാനും പർട്ടിക്കുലർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കൺസൾട്ടൻസ് ആരാണെന്നറിയാനും എല്ലാത്തിനും സാധിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ പ്ലാറ്റ്ഫോമിനുള്ളത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും വളരെ ഫേവറബിളായിട്ട് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ സിസ്റ്റം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം പേഷ്യൻറ്റിന് ഡോക്ടറെ ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡോക്ടർക്കും ആ പേഷ്യൻറ്റിനെ ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ കിട്ടുകയാണല്ലോ. അപ്പോൾ രണ്ട് പേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ആണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോയേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലായിട്ടും ഒത്തിരി ഒരു ഇഷ്ടം തോന്നിയ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് എല്ലാ മേഖലയിലും ഉള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ഫേവറബിളാണ് എന്നും കൂടി എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഡെൻ്റലിന് നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്. അതെ അതെ അത് നമ്മളിപ്പോൾ 5 വർഷമായിട്ട് നമുക്കറിയാം, നമുക്കറിയാം. അതെ 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 അപ്പോൾ ഓരോ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയും നിങ്ങളുടെ കുറേ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതിനകത്തിട്ട് ഈ എഫക്റ്റ് നിങ്ങൾ ഇതിനകത്തിട്ട് എഫോർട്ട് അത് ഭയങ്കര അപ്രീഷിയബിളാണ്. കാരണം ഡെൻ്റൽ ബാക്കി മെഡിക്കലിലൊക്കെ നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൺസൾട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കുറച്ചും കൂടെ ഒരു ഈസിനെസ് ഉണ്ട്. പക്ഷേ ഡെൻ്റലിനെ സംബന്ധിച്ച് അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം കൺസൾട്ടൻസ് പല ക്ലിനിക്കിലായിരിക്കും പോകുന്നത്, അവിടുത്തെ ടൈമിങ്, അത് ഏത് ക്ലിനിക്കാണ്, അങ്ങനെയുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഡെൻ്റൽ ഡോക്ടേഴ്സിനെ അതിനെ പറ്റി അറിയുള്ളൂ. അതെ, ഏകദേശം ഒരു 5 വർഷമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡെൻ്റലിൻ്റെ പുറകിൽ തന്നെ പോലെ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുകയും എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പഠിച്ചേക്കണതിൻ്റെ ഒരു 50% താങ്കളും പഠിച്ചിട്ടുണ്ട് എന്ന് ഉള്ളൊരു സംശയം ഇല്ലാതെ ഇല്ല. സന്തോഷം, കേട്ടത് സന്തോഷം. പഠിച്ചു പോകുമല്ലോ, നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഇരിക്കുക, അപ്പോൾ പഠിച്ചു പോകുമല്ലോ. അതെ അതെ, വളരെ 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 ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റിംഗ് വർക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വളരെ ഡെപ്തായിട്ട് ഇതിനെപ്പറ്റി സബ്ജക്റ്റ് പഠിച്ചിട്ടാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ടെക്നോളജി വളരെ ഈസിയാണ്. അപ്പം ആപ്ലിക്കേഷനോ സൈറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, മറ്റുള്ളവരെ കുറ്റം പറയാനല്ല. പക്ഷേ ഈ കാര്യങ്ങൾ കുറേ പഠിക്കാൻ നമുക്ക് ഒരുപാട് വർഷം കൊടുക്കും. അതെ അതെ, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്ട്രക്ചർ ചെയ്യണം. പ്രത്യേകിച്ച് മെഡിക്കൽ ഇതാണ്, വെറും ഒരു ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഒന്നായിട്ടല്ല, ഡോക്ടർക്ക് അറിയാം. അതെ, അപ്പോൾ അതിനത്രയും ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. അതെ, അപ്പോൾ ഞങ്ങളതിന് റിസൾട്ട് ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ പബ്ലിക്കിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഡോക്ടറിൻ്റെ ഇത്ര വർഷത്തേക്ക് കൂടെ നിന്ന പോലെ ഇനി എൻ്റെ ടീം ഡോക്ടർ അതിനെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഭാഷയിൽ സ്നേഹത്തോടുകൂടി എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആരോഗ്യ സംഭാഷണത്തിൻ്റെ ഈ ഒരു അധ്യായം പ്രേക്ഷകർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആരോഗ്യ സംഭാഷണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.